പരിശുദ്ധമായ നാം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ആലപ്പുഴ പത്തനംതിട്ട സെക്ഷൻ ഒരുക്കുന്ന പാഠപഠന ക്ലാസ്സിലേക്ക് നിങ്ങളേവരെയും ഹാർദവമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഈ ക്വാർട്ടറിലെ 4ാമത്തെ പാഠമാണ് ഈ ആഴ്ച നമ്മൾ പഠിക്കാൻ പോകുന്നത്. 4ാമത്തെ പാഠത്തിൻ്റെ തലവാചകം ഉപമകൾ അഥവാ ദ പാരബിൾസ് എന്നാണ്. ഈ പാഠപഠനത്തിന് മുമ്പായി നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. മഹോന്നതൽ വാസം ചെയ്യുന്ന ദൈവമേ, തിരുനാം വാഴ്ത്തപ്പെടുമാറാകട്ടെ. സ്വർഗാസുരങ്ങൾ അധിവസിക്കുന്നതിനെ അങ്ങനെ നാം വാഴ്ത്തപ്പെടുമാറാകട്ടെ. രാജാതിരാജാവും കർത്താവുമായതിനെ തിരുനാം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ നല്ല നിമിഷത്തിനായി നന്ദി അർപ്പിക്കുന്നു കർത്താവെ. ഈ പാഠം ഞങ്ങൾക്ക് വേണ്ടി തയ്യാറാക്കപ്പെട്ടതിനായി നന്ദി അർപ്പിക്കുന്നു കർത്താവെ. പലകുറി ഞങ്ങൾ വായിച്ചു പോയതും കേട്ടതുമാണെങ്കിൽ കൂടെയും ഒരിക്കൽ കൂടി ഞങ്ങൾക്ക് ഇതിനെ ആഴത്തിൽ പഠിക്കാൻ തന്ന ഈ അവസരത്തിൽ നന്ദി അർപ്പിക്കുന്നു കർത്താവെ. പരിശുദ്ധാത്മാവിനാൽ എന്നെ അവിടെ നിന്ന് കാത്തുകൊള്ളുമാറാണ്, നിയന്ത്രിക്കുമാറാണമേ. ഞങ്ങൾ ഈ പാഠഭാഗത്ത് നിന്ന് എന്താണ് പഠിച്ച് ജീവിതത്തിൽ പ്രാവർത്തികമാക്കേണ്ടത് അത് മനസ്സിലാക്കി തരുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കേൾക്കുന്ന ഓരോരുത്തരെയും തിരുവരങ്ങൾ താഴ്ത്തി സമർപ്പിക്കുന്നു. ദൈവത്തിൻ്റെ സാന്നിധ്യം കൃപ എല്ലാവരുടെ കൂടി നിന്ന് അനുഗ്രഹിക്കണമെന്ന് യേശു ക്രിസ്തു നാമത്തിൽ താഴ്മയെ യാചിക്കുന്നു. പ്രാർത്ഥന കേട്ട് അനുഗ്രഹിക്കണം പ്രിയ പിതാവേ, ആമേൻ. അപ്പം 4ാമത്തെ പാഠം ഉപമകൾ, പാരബിൾസ്. അപ്പോൾ ഇന്നത്തെ മനപ്പാഠവാക്ക് എടുത്തിരിക്കുന്നത് മർക്കോസിൻ്റെ സുവിശേഷം 4-ാം അധ്യായം 24-ഉം 25-ഉം വാക്യങ്ങളാണ്. നിങ്ങൾ കേൾക്കുന്നത് എന്തെന്ന് സൂക്ഷിച്ചു കൊള്ളുവിൻ. നിങ്ങൾ അളക്കുന്ന അളവ് കൊണ്ട് നിങ്ങൾക്കും അളന്നു കിട്ടും, അധികമായും കിട്ടും. ഉള്ളവന് കൊടുക്കും, ഇല്ലാത്തവനോടോ ഉള്ളതും കൂടെ എടുത്തു കളയുമെന്ന് യേശു അവരോട് പറഞ്ഞു. അപ്പം നമ്മൾ ഈ ആഴ്ച പഠിക്കുന്നത് മർക്കോസിൻ്റെ സുവിശേഷം 4-ാം അധ്യായത്തിലെ 1 മുതൽ 34 വരെയുള്ള വാക്യങ്ങളെ ആസ്പദമാക്കിയാണ്. അപ്പോൾ നമ്മൾ ഈ ഭാഗത്ത് 4 ഉപമകളാണ് യഥാർത്ഥത്തിൽ ഇന്ന് പഠിക്കുന്നത്. ഈ 4 ഉപമകളും പലകുറി നമ്മൾ വായിച്ചു പോയതും പലയിടത്തും പ്രസംഗങ്ങൾ നമ്മൾ കേട്ടു പോയതും പലയിടത്തും നമ്മൾ തന്നെ പഠിപ്പിച്ചതൊക്കെ ആയ ഭാഗങ്ങളായിരിക്കും. പക്ഷേ ഇന്ന് നമ്മൾ ഈ ക്വാർട്ടറിൽ ഈ പാഠത്തിൽ ഒരിക്കൽ കൂടെ ഈ ഭാഗം നമ്മൾ എന്താണ് ആഴത്തിൽ പഠിക്കാൻ പോവുകയാണ്. ഒന്ന് വിതയ്ക്കുന്നതിൻ്റെ ഉപമയെക്കുറിച്ചും വിളക്കിൻ്റെ ഉപമയെക്കുറിച്ചും വളരുന്ന വിത്തിൻ്റെ ഉപമയെക്കുറിച്ചും കടുക് മണിയുടെ ഉപമയെക്കുറിച്ചുമാണ് ഈ ഭാഗത്തിൽ കർത്താവായ യേശു ക്രിസ്തു പ്രതിപാദിക്കുന്നത്. അപ്പോൾ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് എന്താണ് ഉപമകൾ? ഉപമകൾ എന്ന് വെച്ചാൽ എന്താണ്? ആത്മീയമായതോ അല്ലെങ്കിൽ ഭൗതികവുമായ ധാർമ്മിക മൂല്യങ്ങൾ മനസ്സിലാക്കി തരാൻ പറയുന്ന ചെറുകഥകളെയാണ് യഥാർത്ഥത്തിൽ എന്താണ് വിളിക്കുന്നത്? ഉപമകൾ അല്ലെങ്കിൽ പാരബിൾസ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ ഈ ചെറുകഥകളിലൂടെ ആത്മീയമായോ അല്ലെങ്കിൽ ഭൗതികമായോ ഉള്ള ധാർമ്മിക മൂല്യങ്ങൾ മനസ്സിലാക്കാൻ എളുപ്പമാണെന്ന് നമുക്ക് ഈ കഥകൾ കേൾക്കുമ്പോൾ തന്നെ അല്ലെങ്കിൽ ചെറിയ ഉപമകൾ കേൾക്കുമ്പോൾ തന്നെ നമുക്ക് അതിൻ്റെ സാരാംശം പെട്ടെന്ന് മനസ്സിലാകുന്നതാണ്. ശരിക്കും ഈ അധ്യായത്തിൽ 1 മുതൽ 20 വരെയുള്ള വാക്യങ്ങൾ വിതയ്ക്കുന്നതിൻ്റെ ഉപമയെക്കുറിച്ചാണ്. ഭാഗവും പറഞ്ഞിരിക്കുന്ന എന്താണ്? വിതയ്ക്കുന്നതിൻ്റെ ഉപമകളാണ്. അതിനുശേഷം അതിൻ്റെ വ്യാഖ്യാനം പറഞ്ഞു കൊടുക്കുന്നു. ഈ ശിഷ്യന്മാരോട് ഇതിൻ്റെ വ്യാഖ്യാനമൊക്കെ പറഞ്ഞു കൊടുത്തുകൊണ്ട് സുവിശേഷ വേലയ്ക്ക് വേണ്ടി കർത്താവായ യേശു ക്രിസ്തു അവരെ ഒരുക്കുകയാണെന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. അതുപോലെ ദൈവരാജ്യത്തിന് വേണ്ടി നമ്മൾ ഒരുക്കുന്നതിന് ഈ ഉപമകൾ മർക്കോസിൻ്റെ സുവിശേഷത്തിലെ ഈ ഉപമകളിലൂടെ നമുക്കും ദൈവരാജ്യത്തിന് വേണ്ടി ഒരുങ്ങുന്നതിന് ദൈവം നമ്മെ എവരെയും സഹായിക്കുമാറാകട്ടെ. നമുക്ക് ഞായറാഴ്ചത്തെ ഭാഗത്തിലേക്ക് പോകാം. ഞായറാഴ്ചത്തെ ഭാഗത്തിൻ്റെ തലവാചകം വിതയ്ക്കുന്നവൻ്റെ ഉപമ, ദ പാരബിൾസ് ഓഫ് ദ സോവർ. വിതയ്ക്കുന്നവൻ്റെ ഉപമ. മർക്കോസിൻ്റെ സുവിശേഷം 4-ാം അധ്യായം 1 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ ആസ്പദമാക്കിയാണ് ഞായറാഴ്ചത്തെ ഭാഗം തയ്യാറാക്കപ്പെട്ടിട്ടുള്ളത്. വ്യത്യസ്ത മണ്ണുകൾ എങ്ങനെയുള്ളവയാണ്, അവയിൽ വീഴുന്ന വിത്തുകൾക്ക് എന്ത് സംഭവിക്കുന്നു എന്നാണ് ഈ ഉപമയിലൂടെ നമ്മൾ യഥാർത്ഥത്തിൽ മനസ്സിലാക്കുന്നത്. അപ്പോൾ നമ്മൾ 3 തൊട്ട് 9 വരെ, അതായത് 3-ഉം 4-ഉം വാക്യത്തിലേക്ക് പോകുമ്പോൾ കേൾക്കുവിൻ, വിതക്കാരൻ വിതയ്ക്കാൻ പുറപ്പെട്ടു. വിതയ്ക്കുമ്പോൾ ചിലത് വഴിയരികെ വീണു, പറവകൾ വന്ന് അത് തിന്നുകളഞ്ഞു എന്ന് കാണുന്നു. അതെന്താണ്? ഒരു വിതക്കാരൻ എന്ത് ചെയ്തു? വിതയ്ക്കാനായിട്ട് പുറപ്പെട്ടു. അപ്പോൾ ചിലത് എന്ത് ചെയ്തു? വഴിയരികിലാണ് വീണത്. ആ വഴിയരികിൽ വീണത് എന്ത് ചെയ്തു? പറവകൾ വന്ന് കഴിച്ചു കഴിഞ്ഞു. അതായത് ആ വഴിയരികെ വീണ വിത്തുകൾക്ക് മുളയ്ക്കാനുള്ള അവസരം കിട്ടിയില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതിനു മുമ്പ് തന്നെ എന്താണ്? അത് ശത്രു നശിപ്പിച്ച് കളഞ്ഞതായിട്ട് കാണുന്നുണ്ട്. നമുക്ക് 5-ാമത്തെ വാക്യത്തിലേക്ക് പോകുമ്പോൾ 5-ഉം 6-ഉം വാക്യത്തിലേക്ക് പോകുമ്പോൾ മറ്റു ചിലത് പാറസ്ഥലത്ത് ഏറെ മണ്ണില്ലാത്തിടത്ത് വീണു. മണ്ണിന് താഴ്ചയില്ലായകിയാൽ ക്ഷണത്തിൽ മുളച്ചു വന്നു. സൂര്യൻ ഉദിച്ചപ്പോൾ ചൂട് തട്ടി വേരില്ലായകിയാൽ ഉണങ്ങിപ്പോയി എന്ന് കാണുന്നു. അത് എന്താണ്? വിതയ്ക്കാൻ പുറപ്പെട്ടപ്പോൾ ആദ്യം വീണ വഴിസ്ഥലത്ത് അത് അപ്പോഴേ നശിച്ചു. പിന്നെ വീണ എന്താണ്? പാറസ്ഥലത്താണ്. അപ്പോൾ പാറസ്ഥലത്തിൻ്റെ പ്രത്യേകത നമുക്കറിയാം. അവിടെ അധികം മണ്ണ് കാണത്തില്ല. അഥവാ പാറയുടെ മേലിൽ ഇച്ചിരി മണ്ണുണ്ടെങ്കിലും അടിയിലോട്ട് എന്താണ്?
പാറയായതുകൊണ്ട്, വളരെ കട്ടിയായ ഭാഗമായതുകൊണ്ട് തന്നെ എന്താണ്, വേരിന് താഴോട്ട് ഇറങ്ങിപ്പോകാൻ പറ്റത്തില്ല. അപ്പോൾ ചില വിത്ത് അവിടെയാണ് വീണ വിത്ത് എന്ത് ചെയ്തു, മുളയ്ക്കാൻ കഴിഞ്ഞു. ഇപ്പോൾ ഇക്കുറി ഇതിന് മുളയ്ക്കാൻ കഴിഞ്ഞുവെങ്കിലും എന്താണ് സംഭവിച്ചത്, ചൂട് തട്ടിയപ്പോൾ തന്നെ അതിന് ആഴത്തിൽ വേരില്ലായകയാൽ എന്ത് ചെയ്തു, അത് ക്ഷണത്തിൽ നശിച്ചു പോയതായിട്ട് കാണുന്നു. അപ്പോൾ ഈ വിത്ത് എന്താണ്, വചനമാണ് വിത്തിനോട് ഉപമിച്ചിരിക്കുന്നതെന്ന് നമ്മൾ ആദ്യമേ ഓർക്കണം. അപ്പോൾ വചനം ഇടുന്ന സ്ഥലങ്ങളെയാണ് ഇവിടെ കാണിച്ചിരിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാം. അടുത്ത നമ്മൾ 7ാമത്തെ വാക്യത്തിലേക്ക് പോകുമ്പോൾ, മറ്റു ചിലത് മുള്ളിനിടയിൽ വീണു, മുള്ള് മുളച്ചു വളർന്ന് അതിനെ ഞെരുക്കിക്കളഞ്ഞു, അത് വിളഞ്ഞതുമില്ല. അപ്പോൾ വിളഞ്ഞതുമില്ല എന്നാണ് കൊടുത്തിരിക്കുന്നത്. അതായത് മുള്ളുള്ള സ്ഥലത്ത് വീണ വിത്ത് മുളയ്ക്കാൻ കഴിഞ്ഞു, അതിന് ആഴത്തിൽ വേര് പോകാൻ കഴിഞ്ഞു, അതുകൊണ്ട് തന്നെ അതിന് നന്നായിട്ട് വളരാനും കഴിഞ്ഞു. പക്ഷെ എന്താണ്, അതിന് വിളവെടുപ്പാൻ പാകത്തിന് വളരാൻ കഴിഞ്ഞില്ല. കാരണം എന്താണ്, മുള്ളും അതുപോലെ മുളച്ചു ഈ നല്ല വിത്തിനെ ഞെരുക്കി കളഞ്ഞതുകൊണ്ട് ഈ വിത്തിന് ഫലം പുറപ്പെടുവിക്കാൻ കഴിഞ്ഞില്ല എന്ന് നമ്മൾ ഈ വാക്യത്തിലൂടെ കാണുന്നുണ്ട്. അടുത്ത് നമ്മൾ 8ഉം 9ഉം വാക്യത്തിലേക്ക് പോകുമ്പോൾ, മറ്റു ചിലത് നല്ല മണ്ണിൽ വീണിട്ട് മുളച്ചു വളർന്ന് ഫലം കൊടുത്തു, 30ഉം 60ഉം 100 മേനി വിളഞ്ഞു. കേൾക്കാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ എന്ന് യേശു പറഞ്ഞു. അപ്പോൾ പിന്നെ എന്താണ്, അപ്പോൾ വിതയ്ക്കാൻ കൊണ്ടുവന്ന വിത്ത് ഈ 3 സ്ഥലത്ത് വീണതിന് ശേഷം എവിടെയാണ് അടുത്ത് വിതയ്ക്കുന്നത്, വിതയ്ക്കുന്നതിന് വേണ്ടി തയ്യാറാക്കപ്പെട്ട നല്ല സ്ഥലത്താണ്. അപ്പോൾ ആ സ്ഥലത്ത് വീണ വിത്തിന് എന്ത് സംഭവിച്ചു, അതെല്ലാം മുളച്ചു വളർന്നു ആഴത്തിൽ വേരൂന്നി, അതുപോലെ തന്നെ എന്താണ്, അത് ഫലം കായ്ച്ചു. ഫലം എങ്ങനെ കായ്ച്ചു, അധികമായി, അതായത് 30ഉം 60ഉം 100 മേനിയായി നല്ലൊരു സമ്പൂർണ്ണ വിളവെടുപ്പിന് പാകമായി ആ വിത്തുകളെല്ലാം വിളഞ്ഞ് ഫലം കൊടുത്തതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ നമ്മളിവിടെ കാണുന്ന മണ്ണുകൾ എന്താണ്, 4 തരം മണ്ണുകളാണ് ഇവിടെ നമ്മൾ കാണുന്നത് അല്ലേ. ഒന്നാമത്തെ മണ്ണ് എന്താണ്, ഒട്ടും യോഗ്യമല്ലാത്ത, അതായത് പറവുകൾ പെട്ടെന്ന് കൊത്തിപ്പോകുന്ന സ്ഥലത്ത് വീണ വിത്തുകളാണ്. അപ്പോൾ വചനം അവിടെ വിതയ്ക്കപ്പെട്ടെങ്കിലും എന്താണ്, ആ വചനത്തിൽ മുളയ്ക്കാൻ കിട്ടിയില്ല. രണ്ടാമത് പാറസ്ഥലത്ത് വീണ വചനം അവിടെ വിതയ്ക്കപ്പെട്ടെങ്കിലും എന്താണ്, അവരുടെ ഹൃദയത്തിൽ അത് പതിയാത്തത് കൊണ്ട് തന്നെ എന്താണ്, ചെറിയ ചൂടിൽ തന്നെ അത് നശിച്ചു പോയതായിട്ട് കാണുന്നു. മൂന്നാമത്തെ വചനം വിതയ്ക്കപ്പെട്ട സ്ഥലം മുള്ളുള്ള സ്ഥലമാണ്. അതെല്ലാം വളരാൻ കഴിഞ്ഞെങ്കിൽ എന്താണ്, ഈ ലോകത്തിൻ്റെ മുള്ളുകൾ, അതായത് സാത്താൻ എന്ത് ചെയ്തു, അവരെ ഞെരുക്കി കളഞ്ഞത് കൊണ്ട് തന്നെ അവർക്ക് എന്താണ്, ഫലം പുറപ്പെടുവിക്കാൻ കഴിഞ്ഞില്ല. 4ാമത്തെ സ്ഥലം എന്താണ്, 4ാമത് കറക്റ്റായിട്ടുള്ള വിതയ്ക്കാൻ പാകമായ സ്ഥലത്ത് ഇട്ടത് കൊണ്ട് തന്നെ അതിന് വിളവ് നന്നായിട്ട് യേശുവിന് തിരികെ നൽകാൻ കഴിഞ്ഞതെന്ന് കാണുന്നു. അപ്പോൾ നമ്മൾ മണ്ണുകൾ എങ്ങനെ ആയിരിക്കണം, വിതയ്ക്കാൻ പാകമായ മണ്ണിലാണ് വിതയ്ക്കേണ്ടത് എന്നുകൂടെ ഈ ഉപമയിൽ നിന്ന് നമ്മൾ പഠിക്കുന്നുണ്ട് അല്ലേ. അതായത് നമ്മൾ നോക്കി വരുമ്പോഴത്തേക്ക് മർക്കോസിൻ്റെ സുവിശേഷം 12-ാം അധ്യായം 30-ാം വാക്യത്തിലേക്ക് നോക്കുമ്പോൾ നമുക്ക് ദൈവത്തെ എങ്ങനെയാണ് സ്നേഹിക്കേണ്ടത്, പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കണം. അങ്ങനെ ആകുമ്പോൾ എന്താണ്, കർത്താവായ യേശു ക്രിസ്തു ഏത് വിത്താണ്, ഏത് സുവിശേഷമാണ്, അല്ലെങ്കിൽ ആ സുവിശേഷം നമ്മുടെ ഹൃദയത്തിൽ വിതയ്ക്കുമ്പോൾ അതിന് തീർച്ചയായിട്ടും എന്താണ്, ദൈവത്തെ നമ്മൾ പൂർണ്ണമായി സ്നേഹിക്കുന്നത് കൊണ്ട് തന്നെ ലോകത്തിൻ്റെ ചൂട് തട്ടിയാലും അതിലൊന്നും എന്താണ് നശിച്ചു പോകാതെ, മുള്ളു വന്നാലും ഒന്നും പറ്റാതെ, വേറെ ആഴത്തിൽ പോയിക്കൊണ്ട് ഹൃദയത്തിൽ പതിഞ്ഞുകൊണ്ട് ദൈവസ്നേഹത്തിൽ നമുക്ക് നല്ല ഒരു 30ഉം 60ഉം 100 മേനിയായിട്ട് വിളവ് കൊടുക്കാൻ സഹായിക്കുമെന്ന് ഈ ഉപമയിലൂടെ കർത്താവായ യേശു ക്രിസ്തു അവിടെയുള്ള ജനക്കൂട്ടത്തോട്, കടൽക്കരയിൽ കൂടുന്ന ജനക്കൂട്ടത്തോട് പറഞ്ഞതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. തിങ്കളാഴ്ചത്തെ ഭാഗത്തിലേക്ക് പോകാം. തിങ്കളാഴ്ചത്തെ ഭാഗത്തിൻ്റെ തലവാചകം യേശുവിൻ്റെ വ്യാഖ്യാനം, ജീസസ് ഇൻ്റർപ്രിട്ടേഷൻ. തിങ്കളാഴ്ചത്തെ പാഠം യേശുവിൻ്റെ വ്യാഖ്യാനം. തിങ്കളാഴ്ചത്തെ പാഠം തയ്യാറാക്കപ്പെട്ടിരിക്കുന്നത് 4-ാം അധ്യായത്തിൻ്റെ 13 മുതൽ 20 വരെയുള്ള വാക്യങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയാണ്. അപ്പോൾ നമ്മളിപ്പോൾ വിതയ്ക്കുന്നതിൻ്റെ ഉപമയെക്കുറിച്ച് പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ ഇതിൽ കർത്താവായ യേശു ക്രിസ്തു വ്യാഖ്യാനം കൊടുക്കുന്നതായിട്ട് കാണുന്നു. അതായത് നമ്മൾ ഈ 4-ന്റെ 1-ാം വാക്യത്തിലേക്ക് പോകുമ്പോൾ അവൻ പിന്നെയും കടൽക്കരയിൽ വെച്ച് ഉപദേശിക്കാൻ തുടങ്ങി. അപ്പോൾ ഏറ്റവും വലിയ ജനക്കൂട്ടം അവൻ്റെ അടുക്കൽ വന്നു കൂടുകൊണ്ട് അവൻ കടലിൽ കിടന്ന ഒരു പടകിൽ കയറിയിരുന്നു. ജനക്കൂട്ടമെല്ലാം കടൽക്കരയിലായിരുന്നു. അപ്പോൾ അവൻ ഉപമകളാൽ അവരെ പലതും ഉപദേശിച്ചു. അപ്പോൾ ആദ്യം നമ്മൾ കേട്ട ഉപമ ആരടുത്താണ് ഉപദേശിച്ചത്, ഒരു വലിയ ജനക്കൂട്ടത്തിൻ്റെ അടുത്താണ് ഉപദേശിച്ചതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. പക്ഷേ നമ്മൾ അടുത്ത് നോക്കുമ്പോൾ ഇതിൻ്റെ വ്യാഖ്യാനം നൽകപ്പെടുന്ന ആരിലേക്കാണ്, 10-ാം വാക്യത്തിലേക്ക് പോകുമ്പോൾ, അനന്തരം അവൻ തനിച്ചിരിക്കുമ്പോൾ അവനോട് കൂടെയുള്ളവർ പന്തിരുവരുമായി ഉപമകളെക്കുറിച്ച് ചോദിച്ചു. അപ്പോൾ പിന്നെ 12 ശിഷ്യന്മാർ കർത്താവ് യേശു ക്രിസ്തു തനിച്ചിരിക്കുമ്പോൾ യേശുവിനോട് പോയിട്ട് ആ ഉപമകളെക്കുറിച്ച് ഒന്നുകൂടെ ചോദിക്കുകയാണ്. അപ്പോൾ എന്താണ് ഈ വ്യാഖ്യാനം, ഈ ഉപമകളുടെ വ്യാഖ്യാനം ആർക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്, ശിഷ്യന്മാർക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അങ്ങനെ എന്താണ് അവർക്ക് ആഴത്തിൽ അതിനെ ഗ്രഹിക്കാൻ കഴിയുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട് അല്ലേ. നമ്മൾ 13-ാം വാക്യത്തിലേക്ക് പോകുമ്പോൾ ഈ
ഉപമ നിങ്ങൾ ഗ്രഹിക്കുന്നില്ലയോ, പിന്നെ മറ്റുപമകളൊക്കെ എങ്ങനെ ഗ്രഹിക്കുമെന്ന് യേശു ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ പറഞ്ഞിരിക്കുന്ന വിതയ്ക്കാരൻ വചനം വിതയ്ക്കുന്നു. വചനം എന്ന വിത്താണ് യഥാർത്ഥത്തിൽ ആ വിതയ്ക്കാൻ വന്ന ആൾ വിതച്ചത് അല്ലേ. വചനം വിധിച്ചിട്ട് വഴിയിൽ വീണത് കേട്ട ഉടനെ സാത്താൻ വന്ന് ഹൃദയങ്ങളിൽ വിതയ്ക്കപ്പെട്ട വചനം എടുത്തു കളയുന്നതാണ്. അപ്പോൾ എന്താണ് വഴിയിൽ വീണ വിത്ത് എന്തിനെയാണ് പറഞ്ഞിരിക്കുന്നത്? കേട്ട ഉടനെ തന്നെ സാത്താൻ എന്ത് ചെയ്തു? അത് മുളയ്ക്കാൻ കൂടെ കഴിയാതെ അതിനെ നശിപ്പിച്ച് കളഞ്ഞാൽ പറവുകളൊന്ന് കൊണ്ടുപോയി എന്നാണ്. അത് സാത്താൻ അതിനെ നശിപ്പിച്ചതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. എന്നാൽ പാറസ്ഥലത്ത് വിതച്ച വചനം കേട്ട ഉടനെ സന്തോഷത്തോടെ അവർ കൈക്കൊള്ളുന്നു എങ്കിലും അവർ ഉള്ളിൽ വേരില്ലാത്ത ക്ഷണികരാകുന്നു എന്നാണ്. അതുകൊണ്ട് എന്താണ്, വചന നിമിത്തം എന്തെങ്കിലും ഞെരുക്കമോ കഷ്ടമോ ദുഃഖമോ പട്ടിണിയോ പ്രയാസമോ എന്തെങ്കിലും വിഷമങ്ങളോ ഉണ്ടായാൽ എന്ത് ചെയ്യുന്നു? അവരുടെ വചനത്തെ അത് താങ്ങാൻ മനസ്സില്ലാതെ, അത് താങ്ങാൻ കഴിയാതെ എന്ത് ചെയ്യുന്നു? വചന ഹൃദയത്തിൽ വേരൂന്നാത്തത് കൊണ്ട് തന്നെ എന്ത് ചെയ്യുന്നു? അത് അനുസരിക്കാതെ അവരുടെ ജീവിതത്തെ നോക്കി അവർ പോകുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. എന്നാൽ മൂന്നാമത്തത് നമ്മൾ നോക്കുമ്പോഴത്തെ മുള്ളിനിടയിൽ വിതയ്ക്കപ്പെട്ട വചനം കേട്ടിട്ട് മുള്ളിനിടയിൽ വിതയ്ക്കപ്പെട്ട വചനത്തിന് മുളയ്ക്കാനും വളരാനും കഴിഞ്ഞതായിട്ട് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ മുളയ്ക്കുകയും വളരുകയും ചെയ്തു, പക്ഷേ വിളകിന് പാകമാകാൻ കഴിഞ്ഞില്ല എന്നാണ്. കാരണം എന്താണ്? അവർക്കുണ്ടായത് ഇഹലോകത്തിൻ്റെ ചിന്തകളും ധനത്തിൻ്റെ വഞ്ചനയും മറ്റു വിഷയമോഹങ്ങളും അകത്ത് കടന്ന് വചനത്തെ ഞെരുക്കി നിഷ്ഫലമാക്കി കളഞ്ഞുവെന്ന് 18-19 വാക്യങ്ങൾ നമ്മോട് പറയുന്നുണ്ട്. അതായത് എന്താണ്, എനിക്ക് തോന്നുന്നു വചനം കേട്ട കൂടുതൽ പേര് ഈ മൂന്നാമത്തെ ഗ്രൂപ്പിൽപ്പെട്ടവരാണ്. മുളയ്ക്കുകയും ചെയ്തു, വളരുകയും ചെയ്തു. പക്ഷേ എന്താണ്, ഇഹലോകത്തിൻ്റെ ചിന്തകൾ, സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾ, ധനത്തിൻ്റെ വഞ്ചനകൾ, മോഹങ്ങൾ, അതുപോലെ പല വിഷയങ്ങൾ നമ്മുടെ ചുറ്റും നടക്കുന്ന, നമ്മുടെ ജീവിതത്തിൽ നടക്കുന്ന പല വിഷയങ്ങളും അകത്ത് കടന്നിട്ട് എന്ത് ചെയ്തു? ഇവിടുന്ന് പെട്ടെന്ന് വചനം അവർക്ക് ഫലം കായ്ക്കാതെ, വചനമൊക്കെ മനസ്സിലാക്കി എങ്കിൽ കൂടെ കർത്താവായ യേശു ക്രിസ്തുവിനോടൊപ്പം സ്വർഗത്തിൽ പോകാൻ കഴിയാതെ, അതായത് ഫലം കായ്ക്കാതെ ഇരുന്നു എന്ന് നമ്മൾ ഇതിൽ നിന്ന് കാണുന്നുണ്ട്. എന്നാൽ നമ്മൾ കാണുന്ന ലാസ്റ്റത്തെ എന്താണ്, നല്ല പ്രദേശത്ത് വിതയ്ക്കപ്പെട്ട നല്ല മണ്ണിൽ വിതയ്ക്കപ്പെട്ട വിത്ത് എന്ത് ചെയ്തു? വളർന്ന് വലുതായി. അതായത് അവർ വചനം അംഗീകരിക്കുകയും അത് കേൾക്കുകയും അതിനെക്കുറിച്ച് പഠിക്കുകയും ഹൃദയത്തിൽ അതിനെ ഏറ്റെടുക്കുകയും അതുപോലെ എന്ത് ചെയ്തു? അംഗീകരിക്കുകയും ചെയ്തു. അതായത് അതിനെ അനുസരിക്കുകയും അവർ ചെയ്യുകയുണ്ടായി. അങ്ങനെ അവർക്ക് എന്ത് സംഭവിച്ചു? 30, 60, 100 മേനിയായിട്ട് ഫലം പുറപ്പെടുവിച്ചതായിട്ട് നമ്മൾ യേശുവിൻ്റെ ഈ വ്യാഖ്യാനത്തിൽ നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ഈ ഉപമയുടെയും വ്യാഖ്യാനത്തിൻ്റെ അടിസ്ഥാനത്തിലൊക്കെ എന്ത് ചെയ്യണം? നമ്മുടെ ജീവിതത്തിൽ നമ്മൾ വിലയിരുത്തുമ്പോഴും പലപ്പോഴും നമുക്കിവിടെ മനസ്സിലാവുന്ന ഒരു കാര്യം എന്താണ്, വചനം കേൾക്കുമ്പോൾ നമ്മൾ എന്താണ്, ഹൃദയത്തിൽ ഒരുക്കമുള്ളവരായിരിക്കണം. ഇല്ലാതെ നമ്മൾ വെറുതെ വചനം കേട്ടു പോയാലും വെറുതെ കേട്ടു പോകുന്നത് മാത്രമേ ഉള്ളൂ. ശത്രുവായ സാത്താൻ ആ വചനത്തെ നമ്മിൽ നിന്ന് നീക്കിക്കളയുകയും എന്ത് ചെയ്യുന്നു? നമ്മൾ പഴയതുപോലെ വചനം കേൾക്കാത്തതുപോലെ പാപത്തിൽ ജീവിക്കുകയും ചെയ്യുന്ന അവസരങ്ങൾ ഉണ്ടാകുന്നതാണ്. അതുകൊണ്ട് വചനം എപ്പോഴും വളരുന്നത് ഏത് സ്ഥലത്തായിരിക്കും? നല്ല മണ്ണുള്ളതായിരിക്കും. അതായത് വചനത്തിനു വേണ്ടി, അതായത് സത്യത്തെ അനുസരിക്കാൻ, സത്യത്തെ സ്വീകരിക്കാൻ മനസ്സിലുള്ള ഹൃദയത്തിലായിരിക്കും. അങ്ങനെ ഒരുക്കപ്പെട്ട സ്ഥലത്തായിരിക്കും ഇവിടെ വചനമെന്ന വിത്ത് മുളച്ച് അത് 30, 60, 100 മേനിയായി ഫലം കായ്ക്കുന്നതെന്ന് ഈ ഉപമയുടെ വ്യാഖ്യാനത്തിലൂടെ നമുക്ക് മനസ്സിലാകുന്നുണ്ട്. അപ്പോൾ ഈ വ്യാഖ്യാനം മനസ്സിലായ നമ്മളും എന്താണ്, നമ്മുടെ ഹൃദയത്തെ എല്ലാം ഒരുക്കിക്കൊണ്ട് ദൈവവചനത്തിന് മുമ്പിൽ ഇരുന്ന് പഠിക്കേണ്ടതിന്, അതനുസരിച്ച് ജീവിതത്തെ ക്രമപ്പെടുത്തേണ്ടതിനും ദൈവം പരിശുദ്ധാത്മാവിനാൽ നമ്മെ സഹായിക്കട്ടെ. ചൊവ്വാഴ്ചത്തെ ഭാഗത്തിലേക്ക് പോകാം. ചൊവ്വാഴ്ചത്തെ ഭാഗത്തിൻ്റെ തലവാചകം ഉപമകൾക്കുള്ള കാരണം, ദ റീസൺസ് ഫോർ ദ പാരബിൾസ്, ഉപമകൾക്കുള്ള കാരണം. അപ്പോൾ മർക്കോസിൻ്റെ സുവിശേഷം 4:10 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ ആസ്പദമാക്കിയാണ് ഈ ചൊവ്വാഴ്ചത്തെ ഭാഗം തയ്യാറാക്കപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ നോക്കുന്നത് എന്താണ്, ഉപമകളെക്കുറിച്ചും ഉപമകളുടെ വ്യാഖ്യാനവും നമ്മൾ പഠിച്ചു. അപ്പോൾ ഉപമകൾ പറഞ്ഞു കൊടുക്കാനുള്ള കാരണത്തെയാണ് ഈ ഭാഗത്ത് നമ്മൾ ചൊവ്വാഴ്ചത്തെ ഭാഗത്തിലൂടെ പഠിക്കുന്നത്. നമ്മൾ അതിൻ്റെ 11-ാം വാക്യം, 4:11 വാക്യത്തിലേക്ക് പോകുമ്പോൾ യേശു അവരോട് പറഞ്ഞത്, ദൈവരാജ്യത്തിൻ്റെ മർമ്മം നിങ്ങൾക്ക് നൽകപ്പെട്ടിരിക്കുന്നു, പുറത്തുള്ളവർക്കോ സകലവും ഉപമകളാൽ ലഭിക്കുന്നു. അപ്പോൾ നമ്മളിവിടെ നോക്കുമ്പോൾ എന്താണ്, ദൈവരാജ്യത്തിൻ്റെ സുവിശേഷം ആർക്ക് നൽകപ്പെട്ടിട്ടുണ്ട്? ആരോടാണ് ഇത് പറഞ്ഞത്? യഥാർത്ഥത്തിൽ ഉപമ പറഞ്ഞത് എല്ലാവരോടും ആണെങ്കിൽ, കടൽക്കരയിൽ കൂടിയുന്ന ജനത്തോടാണെങ്കിൽ, വ്യാഖ്യാനം പറഞ്ഞു കൊടുത്ത ആരോടത്താണ്? 12 ശിഷ്യന്മാരോട്
അടുത്താണ്. അപ്പോൾ ഈ 12 ശിഷ്യന്മാരോടത്താണ് ഈ കാര്യവും ദൈവം പറയുന്നത്, യേശു പറയുന്നത്. എന്താണ് യേശു അവരോട് പറഞ്ഞത്? ദൈവരാജ്യത്തിൻ്റെ മർമ്മം നിങ്ങൾക്ക് നൽകപ്പെട്ടിരിക്കുന്നു, പുറത്തുള്ളവർക്കോ സകലവും ഉപമകളാൽ ലഭിക്കുന്നു. അവർ മനം തിരിയാതെയും അവരോട് ക്ഷമിക്കാതെ ഇരിക്കത്തക്ക വിധം അവർ കണ്ടിട്ടും അറിയാതെയും കേട്ടിട്ടും ഗ്രഹിക്കാതിരിപ്പാനും സംഗതി വരും. ഇത് കേൾക്കുമ്പോൾ പെട്ടെന്ന് വിചാരിക്കുന്ന എന്താണ്? കർത്താവ് ഒരു കൂട്ടരെ തടഞ്ഞു നിർത്തിയിരിക്കുന്നു, അല്ലെങ്കിൽ അങ്ങനെ ഗ്രഹിക്കാൻ ഇല്ലാത്തവരായി വെച്ചിരിക്കുന്നു. ശരിക്കും അത് അങ്ങനെയാണോ? അങ്ങനെയല്ല അല്ലേ? അതായത് കർത്താവ് യേശുക്രിസ്തുവിൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞ കാര്യം എന്താണ്? ദൈവരാജ്യത്തിൻ്റെ മർമ്മം നിങ്ങൾക്ക് നൽകപ്പെട്ടിരിക്കുന്നു എന്നാണ്. എന്തുകൊണ്ടാണ് അവർക്ക് മാത്രമാണ് നൽകപ്പെട്ടത്? എല്ലാവർക്കും നൽകപ്പെട്ടിരിക്കുന്നു. മർമ്മം എന്താണ്? എല്ലാവർക്കും മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിപ്പിൻ, കർത്താവ് യേശുക്രിസ്തുവിനെ സ്വീകരിക്കാമെന്ന് പറയുന്ന ആ സുവിശേഷം എല്ലാവർക്കും നൽകപ്പെട്ടിരിക്കുന്നുവെങ്കിലും നമുക്കറിയാം കർത്താവായ യേശുക്രിസ്തു ശിഷ്യന്മാരെ വിളിച്ചപ്പോൾ തന്നെ എന്താണ്? ഒരു വിളിയിൽ അവരെന്ത് ചെയ്തു? അവർ ജോലി ചെയ്തുകൊണ്ട് മീൻ പിടിച്ചുകൊണ്ട് നിൽക്കുന്നവർ വലയൊക്കെ എറിഞ്ഞിട്ട് അപ്പം തന്നെ വരുന്നവരാണ്. അവരെന്താണ്? പെട്ടെന്ന് തന്നെ കർത്താവായ യേശുക്രിസ്തുവിനെ അനുഗമിച്ചു എന്ന്, എന്നെ അനുഗമിക്കാമെന്ന് പറഞ്ഞപ്പോൾ തന്നെ അനുഗമിച്ചതായിട്ട് നമ്മൾ ഇതിന് മുമ്പുള്ള പാഠങ്ങളിൽ പഠിച്ചു പോയിരുന്നു അല്ലേ? ഇവിടെ എന്താണ്? അതുകൊണ്ട് തന്നെ എന്താണ്? ഇവർക്ക് നൽകപ്പെട്ടപ്പോൾ, അതായത് മാനസാന്തരപ്പെടണം, യേശുവിൽ വിശ്വസിക്കണം, എങ്കിൽ സ്വർഗരാജ്യത്തിൽ എത്തപ്പെടാം എന്നുള്ള ആ ഒരു മർമ്മം എന്ത് ചെയ്തു? ഇവർക്ക് പെട്ടെന്ന് ഗ്രഹിക്കാൻ കഴിഞ്ഞു. പക്ഷെ പുറത്തുള്ളവർക്ക് എന്താണ്? അത് അത്ര പെട്ടെന്ന് അവരുടെ ജീവിതത്തിൻ്റെ മോഹങ്ങളിൽ അവർ വലഞ്ഞു കിടക്കുന്നത് കൊണ്ട് തന്നെ, അവരുടെ ജീവിതത്തിൻ്റെ പ്രാരാബ്ദങ്ങളിലും മോഹങ്ങളിലും ജീവിതത്തിന് വേണ്ടി അവർ ജീവിക്കുന്നത് കൊണ്ട് തന്നെ എന്താണ്? അവർക്ക് എന്താണ്? ദൈവ ഉപമകളിലൂടെ പറഞ്ഞു കൊടുക്കേണ്ടി വന്നു. എന്നിട്ട് അവർ എന്ത് ചെയ്തു? പലരും മനം തിരിയാതെയും ക്ഷമിക്കാതെ ഇരിക്കത്തക്ക വേണം. മാനസാന്തരപ്പെട്ട് ക്ഷമ ചോദിച്ചാലേ ക്ഷമിക്കാൻ കഴിയത്തുള്ളൂ. പക്ഷെ അവർ മനം തിരിയാതെ ക്ഷമ യാചിക്കാതെ ഇരിക്കുന്നു എന്നാണ്. അവർ കണ്ടിട്ടും കാണാതെയും അറിഞ്ഞിട്ടും അത് ഗ്രഹിക്കാതെയൊക്കെ ഇരിക്കാൻ സംഗതി വരുമെന്നാണ്. അവരങ്ങനെയാണ് ഇരുന്നതായിട്ട് നമ്മൾ പിന്നെ നോക്കുന്നത്. നമ്മൾ ശരിക്കും അത് മനസ്സിലാക്കുമ്പോൾ നമ്മൾ കാണുന്നുണ്ട്. ഇവിടെ മർക്കോസിൻ്റെ സുവിശേഷം 3-ാം അധ്യായം 1 മുതൽ 5 വരെയുള്ള ഭാഗങ്ങളിലേക്ക് നോക്കുമ്പോൾ ഒരു വരണ്ട കൈയുള്ള ഒരു മനുഷ്യനെ സുഖപ്പെടുത്തുന്നതായിട്ടുള്ള ഒരു രംഗം കാണുന്നു. അതെന്നാണ് ദൈവം ചെയ്തത്? യേശുക്രിസ്തു വന്ന ശബത്തിലാണ് ഒരു വരണ്ട കൈയുള്ള മനുഷ്യനെ സുഖപ്പെടുത്തിയത്. അപ്പോൾ അവിടെ വന്ന് ശാസ്ത്രിമാരും പരീക്ഷന്മാരും ഒക്കെ എന്തെങ്കിലും കുറ്റം കാണണം എന്നുള്ള, നമ്മളിപ്പോൾ പഠിച്ചതുപോലെ അവിടെ മനസ്സിനെ പാകപ്പെടുത്തി ഒരുക്കി വിത്ത് വിതച്ചാൽ അത് മുളയ്ക്കാമെന്ന് കരുതിയല്ല മുളയ്ക്കാനോ തയ്യാറായിരുന്ന. ഈ വിത്തിന് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? എങ്ങനെയാണ് ഇത് വിതയ്ക്കുന്നവനെ കൊടുക്കാൻ പറ്റും എന്നുള്ള ഒരു ആശയത്തോടു കൂടിയാണ് അവരവിടെ ഇരുന്നത്. അപ്പോൾ കർത്താവായ യേശുക്രിസ്തുവിനെ കൊടുക്കണമെന്നുള്ള മനസ്ഥിതിയോടു കൂടിയാണ് അവരെല്ലാവരും അവിടെ ഇരുന്നത്. അപ്പോൾ ദൈവം എന്ത് ചെയ്തു? യേശു അവിടെ പറയുന്നുണ്ട് എന്താണ്? ഒരു ശബത്തിൽ നന്മ ചെയ്യോ തിന്മ ചെയ്യോ വിഹിതം, ജീവനെ രക്ഷിക്കുകയോ കൊല്ലുകയോ വിഹിതം. ഏതാണ് വിഹിതം എന്ന് ചോദിച്ചിട്ട് ആ മനുഷ്യരോട് കൈയിനെ നീട്ടാൻ പറഞ്ഞ് സുഖപ്പെടുത്തി വിടുന്നതായിട്ട് കണ്ടിട്ട് ഇത് കേട്ടിട്ടുണ്ടാണ് പരീക്ഷന്മാരോട് ചോദിച്ചു ഓൾറെഡി, നന്മയാണോ തിന്മയാണോ ചെയ്യേണ്ടത്, ഏത് പ്രവൃത്തിയാണ് ചെയ്യേണ്ടത് എന്നാണ് ചോദിച്ചത്. അപ്പോൾ അതിനൊന്നും ആരും ആൻസർ പറയുന്നില്ലെങ്കിൽ തന്നെ യേശു ഇത് ചെയ്തത് കണ്ടിട്ട് എന്ത് ചെയ്ത്? അവരുടെ മനോഭാവം മാറ്റാൻ അവർ തയ്യാറാകാതെ അവരെന്താണ് ചെയ്തത്? ഉടനെ തന്നെ അവനെ നശിപ്പിക്കുന്നതിന് വേണ്ടി ഹെരോദാവുമായിട്ട് പോയി കൂടിയാലോചന ചെയ്ത ഒരു രംഗമാണ് നമ്മൾ അവിടെ കാണുന്നത്. അപ്പോൾ അവരുടെ മനോഭാവം തന്നെ എന്താണ്? മാനസാന്തരപ്പെടാൻ തയ്യാറല്ലാത്തതായ ഒരു മനോഭാവമാണ്. എന്നെ അനുഗമിക്കാന്ന് പറഞ്ഞാൽ അവർ ദൈവത്തെ യേശുവിനെ അനുഗമിക്കാൻ പാകപ്പെടുത്തിയ മനോഭാവത്തോടെ അല്ല അവരാരും ഇരുന്ന് അവിടെ സുവിശേഷം കേട്ടതായിട്ട്, യേശുവിനെ ശ്രദ്ധിച്ചതായിട്ട് നമ്മൾ കാണുന്നില്ല. അവർ അങ്ങനെ ഒരു മനോഭാവത്തോടു കൂടിയല്ല അവരിടുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അവർ മനസ്സിലാക്കി എന്താണ്? ഇത് തച്ചനായ യോസഫിൻ്റെ മകനല്ലയോ? അതിൽ കൂടുതൽ യേശു ചെയ്യുന്ന പ്രവൃത്തിനെ വിലയിരുത്താനോ യേശുവിൻ്റെ സുവിശേഷത്തെ കേൾക്കാനോ യേശുവിനെ അംഗീകരിക്കാനോ അവർ തയ്യാറായില്ല. അപ്പോൾ നമ്മളും സമൂഹത്തിൽ പലരും ഇങ്ങനെയാണ്, ഇവൻ ഇന്നവൻ്റെ മകനല്ലയോ? അതിൽ കൂടുതൽ ആ മനുഷ്യൻ എന്ത് ചെയ്താലും എന്താണ്? അക്സെപ്റ്റ് ചെയ്യാൻ അവിടെ മനസ്സിന് വളരെ പ്രയാസമുണ്ട്. ഇത് തന്നെയാണ് അവർ പറയുന്നത്, തച്ചനായ യോസഫിൻ്റെ മകനല്ലയോ? ഇവനാണോ ഇങ്ങനെ നിന്ന് പ്രസംഗിക്കുന്നത്, ഇങ്ങനെ പഠിപ്പിക്കുന്നത്, അത്ഭുതങ്ങൾ ചെയ്യുന്നത്? ഭൂതങ്ങളുടെ തലവനായ ബെൽസെബൂലിനെ കൊണ്ടാണ് ഭൂതങ്ങളെ പുറത്താക്കുന്നത്. ഇങ്ങനെ പല വാചകങ്ങളുമാണ് അവർ യഥാർത്ഥത്തിൽ പറഞ്ഞത്. അല്ലാതെ അവരവരുടെ മനസ്സിനെ പാകപ്പെടുത്തിയിട്ട് യേശു പറഞ്ഞ സുവിശേഷം കേൾക്കാൻ അവർ തയ്യാറായിരുന്നില്ല. അതുകൊണ്ടാണ് അവർ മനം തിരിയാതെയും അവരോട് ക്ഷമിക്കാതെയും ഇരിക്കത്തക്ക വിധം അവർ കണ്ടിട്ടും അറിയാതിരിക്കാനും കേട്ടിട്ടും ഗ്രഹിക്കാതിരിക്കാനും സംഗതി വരുമെന്ന് കർത്താവായ യേശു ക്രിസ്തു മുന്നമേ പറഞ്ഞതെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇവിടെ യെശയ്യാവിൻ്റെ പ്രവചനം 6-ാം അധ്യായം 1 മുതൽ 13 വരെയുള്ള വാക്യങ്ങളിലേക്ക് നോക്കുമ്പോൾ യെശയ്യാവിന് കണ്ട ഒരു ദർശനത്തിൽ യെശയ്യാവ്
എന്ത് ചെയ്ത് ദൈവത്തിൻ്റെ മഹത്വവും അതുപോലെ സ്വന്തം അശുദ്ധിയും കണ്ട് പരവശനായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ എന്താണ്, സാറാഫിൽ ഒരുവൻ വന്നിട്ട് ഒരു തീക്കനൽ ഒരു കൊടില് കൊണ്ടെടുത്ത് ചുണ്ടിൽ വെച്ച് കൊടുക്കുകയും അങ്ങനെ എൻ്റെ പാപങ്ങൾക്ക് ശുദ്ധി വന്നു എന്ന് പറയുന്നതായിട്ടൊരു ഭാഗം നമ്മൾ യെശയ്യാപ്രവചനം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നു. അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്ന കാര്യം എന്താണ്, ഈ ഒരു ചെറിയ ഭാഗത്തിൽ നമുക്ക് എന്ത് മനസ്സിലാകുന്നു, അതായത് ഒരു മനുഷ്യൻ ദൈവത്തെ അംഗീകരിക്കുന്നതെങ്കിൽ, മാനസാന്തരപ്പെടണമെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് എന്താണ്, അവൻ്റെ പാപങ്ങൾ തിരിച്ചറിയുമ്പോൾ എന്ത് ചെയ്യണം, പാപക്ഷമ യാചിക്കുകയാണ് ചെയ്യേണ്ടതെന്ന് നമ്മൾ മനസ്സിലാകുന്നു. അപ്പോൾ പാപക്ഷമ യാചിച്ച് പാപമോചനം കിട്ടുന്ന ഒരു വ്യക്തിക്കാണ് ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് ഒത്തവണ്ണം ജീവിതത്തെ ക്രമപ്പെടുത്താൻ കഴിയുള്ളൂ. പലപ്പോഴും നമുക്ക് എല്ലാവർക്കും ദൈവേഷ്ടപ്രകാരം ജീവിക്കണമെന്നാണ് എല്ലാവരുടെ ആഗ്രഹമെങ്കിൽ തന്നെയും പ്രവൃത്തി സമ്മതിക്കാറില്ല, അല്ലേ? പക്ഷേ എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ, നമ്മളൊരു സത്യം കേൾക്കുമ്പോൾ, ദൈവത്തിൻ്റെ വചനം കേൾക്കാൻ നമ്മൾ മനസ്സ് പാകപ്പെടുത്തിയിരിക്കണം. അത് ക്രിട്ടിസൈസ് ചെയ്യാനല്ല മനസ്സ് പാകപ്പെടുത്തേണ്ടത്, കേൾക്കുന്നതിന് വേണ്ടി പാകപ്പെടുത്തണം. അത് കേട്ടതിന് ശേഷം എന്ത് ചെയ്യണം, അത് കേട്ടതിനനുസരിച്ച് നമ്മൾ മാനസാന്തരപ്പെടേണ്ടതായ ഭാഗങ്ങൾ കേൾക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ശരിക്കും എന്ത് ചെയ്യണം, പശ്ചാത്തപിച്ചുകൊണ്ട് മാനസാന്തരപ്പെടണം. തീർച്ചയായിട്ടും ദൈവം എന്ത് ചെയ്യും, ക്ഷമിക്കും. അതിനുശേഷം മാത്രമാണ് നമുക്ക് ആരെ ഇഷ്ടപ്രകാരം ജീവിക്കാൻ കഴിയുള്ളൂ, ദൈവ ഇഷ്ടപ്രകാരം നമുക്ക് ജീവിക്കാൻ കഴിയുള്ളൂ എന്ന് നമ്മൾ കാണുന്നുണ്ട്. പക്ഷെ നമ്മളിവിടെ വായിച്ചു വരുന്ന മർക്കോസിൻ്റെ സുവിശേഷത്തിൽ പലപ്പോഴും പലരും എന്താണ്, ഓൾമോസ്റ്റ് എല്ലാവരും തന്നെ ഒരു മുൻവിധി പ്രകാരമാണ് അവിടെ വന്നിരിക്കുന്നത് നമുക്ക് മനസ്സിലായി. അങ്ങനെ മുൻവിധി പ്രകാരവും ഹൃദയകാഠിന്യമുള്ള ആശയങ്ങളൊക്കെ കൊണ്ടിട്ട് എന്താണ്, കർത്താവായ യേശുവിൻ്റെ സുവിശേഷം വളരാൻ പറ്റത്തില്ല. അത് പാറപ്പുറത്ത് വീണുപോയ വചനം, അത് വിത്ത് പോലെയും, അല്ലെങ്കിൽ വഴിസ്ഥലത്ത് വീണുപോയ വിത്ത് പോലെയും, അല്ലെങ്കിൽ എന്താണ്, മുള്ളുള്ളിടത്ത് വീണുപോയ വിത്ത് പോലെയുമേ ആ വിത്തിന് വളരാൻ കഴിയത്തുള്ളൂ. എന്തുകൊണ്ടാണ്, അവർ ഹൃദയത്തെ, ആ ഒരു ഹൃദയം എന്ന നിലത്തെ പാകപ്പെടുത്താത്തത് കൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നതെന്ന് നമ്മൾ കാണുന്നുണ്ട്. മർക്കോസിൻ്റെ സുവിശേഷം 3:35 ഇങ്ങനെ പറയുന്നു, ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യുന്നവൻ തന്നെ എൻ്റെ സഹോദരനും സഹോദരിയും അമ്മയും ആകുന്നു എന്ന് പറയുന്നു. അപ്പോൾ ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യുന്നതിന് എന്ത് ചെയ്യണം, നമ്മൾ മാനസാന്തരപ്പെടേണ്ട ആവശ്യകതയുണ്ട്. അപ്പോഴാണ് നമ്മൾ ദൈവത്തിൻ്റെ സ്വന്തം ജനം അല്ലെങ്കിൽ ദൈവത്തിൻ്റെ സ്വന്തക്കാരാകുന്നതെന്ന് ഈ വാക്യത്തിലൂടെ നമ്മൾ മനസ്സിലാകുന്നു. അപ്പോൾ വിതയ്ക്കുന്നതിൻ്റെ ഉപമയിൽ നിന്ന് നമുക്കൊരു കാര്യം മനസ്സിലായി, എന്താണ്, നല്ല നിലത്ത് വീണ വിത്ത് മാത്രമേ ഫലം പുറപ്പെടുവിക്കാൻ പറ്റുള്ളൂ. മറ്റ് സ്ഥലത്ത് വീണതിന് മുളയ്ക്കാൻ കഴിഞ്ഞുവെങ്കിലും ഫലം പുറപ്പെടുവിക്കാൻ പറ്റിയില്ല എന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ എന്താണ്, നമ്മുടെ ഹൃദയം എന്താണ്, നല്ല നിലം പോലെ ഒരുക്കേണ്ടതായ ആവശ്യകതയുണ്ട്. അത് നമ്മുടെ ഉത്തരവാദിത്തം തന്നെയാണ്. അല്ലാതെ മുൻവിധികളായ മനോഭാവങ്ങൾ മാറ്റിക്കൊണ്ട് യേശുവിൽ വിശ്വസിച്ചാൽ മാത്രമേ, യേശുവിൽ വിശ്വസിക്കുകയും ജീവിക്കുകയും ചെയ്യേണ്ടതിനും ശരിയായത് തിരഞ്ഞെടുക്കേണ്ടതിനും എന്താണ്, ദൈവം നമ്മെ എല്ലാവരെയും സഹായിക്കുമാറാകട്ടെ. ബുധനാഴ്ചത്തെ ഭാഗത്തിലേക്ക് പോകാം. വിളക്കും അളക്കുന്ന അളവും, ലാംപ് ആൻഡ് മെഷറിംഗ് ബാസ്ക്കറ്റ്. വിളക്കും അളക്കുന്ന അളവും. അപ്പോൾ നമ്മൾ ഇന്ന് അടുത്ത ഉപമയാണ് പഠിക്കുന്നത്. ഇത് മർക്കോസിൻ്റെ സുവിശേഷം 4:21 മുതൽ 25 വരെയുള്ള വാക്യങ്ങളിലാണ് ഈ ഉപമേനെ യേശു പറഞ്ഞിരിക്കുന്നത്. 21 വാക്യത്തിലേക്ക് പോകുമ്പോൾ, പിന്നെ അവൻ അവരോട് പറഞ്ഞത്, വിളക്ക് കത്തിച്ച് പറയിൻ കീഴിലോ കട്ടിലിൻ കീഴിലോ വയ്ക്കാറുണ്ടോ? വിളക്ക് കത്തിച്ച് തണ്ടിന്മേലല്ലയോ വെക്കുന്നത്? വെളിപ്പെടാനുള്ളതല്ലാതെ ഗൂഢമായതൊന്നുമില്ല, വെളിച്ചത്ത് വരുവാനുള്ളതല്ലാതെ മറവായത് ഒന്നുമില്ല. കേൾക്കാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ എന്നാണ് പറയുന്നത്. ഇവിടെ യേശു ക്രിസ്തു എന്താണ്, വിളക്കെന്ന സുവിശേഷത്തെക്കുറിച്ചാണ് യേശു ഇവിടെ പറയുന്നത്. നമ്മൾ വിളക്ക് അല്ലെങ്കിൽ പ്രകാശം വരുത്തുന്നതാണ് വിളക്ക്. അപ്പോൾ പ്രകാശം അല്ലെങ്കിൽ വിളക്ക് എന്താണ്, സുവിശേഷത്തോടാണ് യേശു ക്രിസ്തു ഉപദേശിച്ചിരിക്കുന്നത്. നമ്മുടെ സുവിശേഷം എന്താണ്, മാനസാന്തരപ്പെട്ട് ദൈവത്തിൽ വിശ്വസിക്കുക, സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു. അതുകൊണ്ട് എന്താണ്, മാനസാന്തരപ്പെട്ട് യേശുവിൽ വിശ്വസിക്കുക എന്നതാണ് നമ്മുടെ നിത്യസുവിശേഷമെന്ന് നമ്മൾ ഓർത്തിരിക്കേണ്ടതാണ്. അതായത് എന്താണ്, ഇതിൽ മറന്നിരിക്കുന്ന ഒന്നും തന്നെയില്ല. നമ്മൾ കേൾക്കുമ്പോൾ നമ്മൾ ഗൂഢമായിരിക്കുന്നതിൽ ഒന്നുമില്ല. നമ്മൾ കേൾക്കുന്ന വചനത്തിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യണം, മാനസാന്തരപ്പെടണം. മാനസാന്തരപ്പെട്ട് എന്ത് ചെയ്യണം, അതിൽ വിശ്വസിക്കണം. അതിനനുസരിച്ച് നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തണം എന്നാണ് ശരിക്കും ഈ ചെറിയൊരു ഉപമയിലൂടെ, ഈ വാക്യത്തിലൂടെ വെക്കാറുള്ളത്. അതായത് നമ്മൾ ആരും വിളക്ക് കത്തിച്ചിട്ട് നമ്മൾ പറയും കീഴിൽ വെക്കാറില്ല, താഴെ വെക്കാറില്ല. താഴെ വെച്ചാൽ എന്താണ്, പ്രകാശം എല്ലായിടത്തും എത്തിച്ചേരുകയില്ല, താഴെ മാത്രമേ കിട്ടുകയുള്ളൂ. എന്നാൽ നമ്മൾ വിളക്ക് കത്തിച്ച് തണ്ടിന്മേലാണ് വിളക്ക് വെക്കുന്നതെങ്കിലോ
എന്ത് ചെയ്യും, ഒരു വിളക്ക തണ്ടിന്മേൽ വെച്ചാൽ ആ മുറി മുഴുവനും പ്രകാശിക്കും. പ്രത്യേകിച്ച് നമ്മൾ ഇന്ന് കാണുമ്പോൾ നമ്മുടെ ഏത് റൂമിൽ കയറിയാലും ലൈറ്റ് എപ്പോഴും ഫിക്സ് ചെയ്യുന്ന എവിടെയായിരിക്കും? മുകളിലായിരിക്കും, താഴെ അല്ല അല്ലേ? താഴെ ചിലപ്പോൾ എന്താണ് നൈറ്റ് ലാംപ്സ് ഒക്കെ ആണെങ്കിൽ വെക്കാറുണ്ട്. അതായത് മുഖത്തും റൂമിലും ഒന്ന് വെളിച്ചം കിട്ടത്, ചെറിയൊരു വെളിച്ചം റൂമിന് വേണ്ടിയിരിക്കുന്നു. അങ്ങനെയുള്ള സ്ഥിതിക്കാണ് ജസ്റ്റ് താഴെയൊക്കെ ഇപ്പോൾ ലൈറ്റ് ഘടിപ്പിക്കാറുള്ളത്. ഇല്ലാത്ത പക്ഷേ എവിടെയാണ്? റൂമിൽ എപ്പോഴും ഉയർന്ന ഭാഗങ്ങൾ മുകളിലോട്ടായിരിക്കും ലൈറ്റ് ഘടിപ്പിക്കുന്നത്. എന്തിനായിരിക്കും? ഒരു ലൈറ്റ് മതി ആ റൂം മുഴുവൻ നന്നായിട്ട് പ്രകാശിക്കാനും എല്ലാം നമുക്ക് കാണാനും. അതുപോലെ എന്താണ്, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വചനം നമ്മൾ കേൾക്കുമ്പോൾ എന്ത് ചെയ്യണം? നമ്മൾ കേട്ട വചനത്തിനനുസരിച്ച് മാനസാന്തരപ്പെടുക മാത്രമല്ല, അത് നമ്മൾ പ്രകാശിപ്പിക്കുകയും വേണം. എവിടെ പ്രകാശിപ്പിക്കണം? താഴെയല്ല. താഴെ പ്രകാശിപ്പിച്ച ആർക്കും കാണത്തില്ല അല്ലേ? നമ്മൾ എവിടെ പ്രകാശിപ്പിക്കണം? എല്ലാവരും കാണത്തക്ക വിധം അത് പ്രകാശിപ്പിക്കണം. അത് നമ്മളിൽ നിന്ന് പ്രകാശിക്കുമ്പോഴാണ് കൂടുതൽ പേര് നമ്മൾ ഈ സത്യത്തിലേക്ക് അല്ലെങ്കിൽ വെളിച്ചത്തിലേക്ക് നമുക്ക് നയിക്കാൻ കഴിയുള്ളൂ എന്നുകൂടെ ഈ ഭാഗത്ത് നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ 4:24-25 വാക്യങ്ങളിലേക്ക് പോകുമ്പോൾ, നിങ്ങൾ കേൾക്കുന്നത് എന്തെന്ന് സൂക്ഷിച്ചുകൊള്ളുവിൻ. നിങ്ങൾ അളക്കുന്ന അളവ് കൊണ്ട് നിങ്ങൾക്കും അളന്ന് കിട്ടും, അധികമായും കിട്ടും. ഉള്ളവന് കൊടുക്കും, ഇല്ലാത്തവനോടോ ഉള്ളതും കൂടെ എടുത്തു കളയും എന്ന് അവൻ അവരോട് പറഞ്ഞു. ശരിക്കും എന്താണ്? നമ്മൾ കേൾക്കുന്ന വചനം എന്താണ്? സൂക്ഷിച്ചുകൊള്ളും. നമ്മൾ കേട്ട് കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? അത് സൂക്ഷിച്ച് അതിനനുസരിച്ച് നമ്മളെ തന്നെ പ്രകാശിപ്പിക്കണം. നമ്മൾ അതിനനുസരിച്ച് ജീവിക്കുമ്പോൾ എന്താണ്? നമ്മൾ തന്നെ വചനത്തിൽ പ്രകാശിക്കുന്നുണ്ട് അല്ലേ? അത് നമ്മൾ പ്രകാശിപ്പിക്കണം, അങ്ങനെ മറ്റുള്ളവരെ എത്തിക്കുകയും ചെയ്യണം. നിങ്ങൾ എന്ത് അളക്കുന്ന അളവ് കൊണ്ട് നിങ്ങൾക്കും അളന്ന് കിട്ടും, അധികമായും കിട്ടും. അതായത് ഒരുവൻ ഈ സുവിശേഷം കേട്ട് വിശ്വസിച്ച് അതിനനുസരിച്ച് ജീവിച്ചാൽ എന്ത് ചെയ്യുന്നുണ്ട്? അവന് 30, 60, 100 മേനിയായിട്ട് വിളവ് ദൈവത്തിന് അവൻ നിന്ന് എടുക്കാൻ കഴിയും. അല്ലെങ്കിൽ എന്താണ്? അവൻ അങ്ങനെ ജീവിതത്തെ ക്രമപ്പെടുത്തുന്നതുകൊണ്ട് തന്നെ ഒത്തിരി പേരെ എന്താണ് അതിലേക്ക് നയിക്കാൻ കഴിയുമെന്ന് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. അല്ല, ഉള്ളവന് അധികമായും കിട്ടും, ഉള്ളവന് കൊടുക്കും, ഇല്ലാത്തവനോട് ഉള്ളതും കൂടെ എടുത്തു കളയും. അതെന്താണ്? നമ്മളിത് കേൾക്കുമ്പോൾ പെട്ടെന്ന് അയ്യോ ഇല്ലാത്തവൻ്റെ ഉള്ളത് കൂടെ എടുത്തു കഴിഞ്ഞാൽ എല്ലാം നഷ്ടമാവുമെന്നൊന്ന് നമ്മൾ പെട്ടെന്ന് ചിന്തിക്കും. നമ്മൾ ശരിക്കും നോക്കുമ്പോൾ ആത്മീയമായി ചിന്തിക്കുമ്പോൾ എന്താണ്? വചനം കേട്ടിട്ടും മാനസാന്തരപ്പെടാതിരുന്നാൽ അവനുള്ള വെളിച്ചം കൂടെ അവൻ നിന്ന് എടുത്തു കളയുമെന്ന് ദൈവം പറയുന്നു. അങ്ങനെ ഉള്ള വെളിച്ചം കൂടെ എടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ആ വ്യക്തി പരിപൂർണമായി അന്ധകാരത്തിൽ ആയിപ്പോവും. എന്ന് വെച്ചാൽ പരിപൂർണമായി സാത്താൻ്റെ പിടിയിൽ ആയിപ്പോകും. പിന്നെ എന്താണ്? അവൻ പ്രകാശത്തിലേക്ക് എത്തപ്പെടാതെ എന്ത് ചെയ്യുന്നു? അവൻ എന്നേക്കുമായി നശിച്ചു പോകാൻ കാരണമായി തീരും. അതുകൊണ്ട് തന്നെ എന്താണ്? നമ്മൾ ഈ സുവിശേഷം കേൾക്കുമ്പോൾ എന്ത് ചെയ്യണം? നമ്മൾ പ്രകാശിപ്പിക്കുകയാണ് ചെയ്യേണ്ടത്. ആ സുവിശേഷം സ്വീകരിച്ചുകൊണ്ട് നമ്മൾ പ്രകാശിപ്പിക്കുകയാണ് ചെയ്യേണ്ടതെന്ന് ഈ വാക്യത്തിലൂടെ യേശു നമ്മെ മനസ്സിലാക്കി തരുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ അറിഞ്ഞ സത്യം നമ്മൾ എവിടെ വെക്കണം? പറയുകയിലല്ല, പിന്നെ തണ്ടിന്മേൽ വെക്കേണ്ടതിന് ദൈവം നമ്മെ എല്ലാവരെയും സഹായിക്കുമാറാകട്ടെ. വ്യാഴാഴ്ച ഭാഗത്തിലേക്ക് പോകാം. വ്യാഴാഴ്ച ഭാഗത്തിൻ്റെ തലവാചകം വളരുന്ന വിത്ത്, പാരബിൾസ് ഓഫ് ഗ്രോയിങ് സീഡ്, വളരുന്ന വിത്ത്. അപ്പോൾ 4 മർക്കോസിന് സുവിശേഷം 4-ാം അധ്യായത്തിൻ്റെ 26 മുതൽ 29 വാക്യങ്ങളാണ് ഇതിൽ നമ്മൾ നോക്കുന്നത്. അതുപോലെ തന്നെ എന്താണ് 30 മുതൽ 32 2 ഉപമകളാണ് ഇത് നമ്മൾ പഠിക്കുന്നത്. ഒന്ന് നമ്മൾ വിത്തിൻ്റെ ഉപമ ഈ വ്യാഴാഴ്ചത്തെ ഭാഗത്തിൽ കാണുന്നുണ്ട്, അതുപോലെ വളരുന്ന വിത്തിൻ്റെ ഉപമയും അതുപോലെ കടുകുമണിയുടെ ഉപമയും. അപ്പോൾ നമ്മൾ ആദ്യം വിത്തിൻ്റെ ഉപമയിലേക്ക് പോകുമ്പോൾ ദൈവരാജ്യം 26-ാം വാക്യത്തിലേക്ക് പോകുമ്പോൾ, ദൈവരാജ്യം ഒരു മനുഷ്യൻ മണ്ണിൽ വിത്തെറിഞ്ഞ ശേഷം രാവും പകലും ഉറങ്ങിയും എഴുന്നേറ്റുമിരിക്കെ അവൻ അറിയാതെ വിത്ത് മുളച്ചു വരുന്നത് പോലെ ആകുന്നു. ഭൂമി സ്വയമേ മുമ്പേ ഞാറും പിന്നെ കതിരും നിറഞ്ഞ മണിയും ഇങ്ങനെ വിളയിക്കുന്നു. ധാന്യം വിളയുമ്പോൾ കൊയ്ത്തായതുകൊണ്ട് അവൻ ഉടനെ അരിവാൾ അയക്കുന്നു എന്ന് നമ്മൾ കാണുന്നുണ്ട്. ഇവിടെ നമ്മൾ ആദ്യം എന്താണ്? ദൈവരാജ്യം ഒരു മനുഷ്യൻ മണ്ണിൽ വിതച്ചൊരു വിത്ത് എറിഞ്ഞ ശേഷം രാവും പകലും ഉറങ്ങിയും എഴുന്നേറ്റ് ഇരിക്കുന്നു. പക്ഷെ എന്ത് ചെയ്യുന്നു? ദൈവമാണ് ആ വിത്ത് മുളപ്പിക്കുന്നത്. അപ്പോൾ വചനം വിതയ്ക്കുക എന്നുള്ളത് മാത്രമാണ് മനുഷ്യന് നൽകപ്പെട്ടിരിക്കുന്ന ഉത്തരവാദിത്വം. ഒരാളെ മാനസാന്തരപ്പെടുത്തിയെടുക്കുക അല്ലെങ്കിൽ അവരെ വചനത്തിൽ വേരൂന്നി മുളപ്പിച്ചെടുക്കുക എന്ന് പറയുന്ന ആരുടെ ഉത്തരവാദിത്വമാണ്? ദൈവമാണ്. നമ്മൾ സാധാരണ ഒരു വിത്ത് വിതയ്ക്കുന്നവനാണെങ്കിൽ എന്ത് ചെയ്യുന്നു? വിത്ത് നമ്മൾ നടുന്നുണ്ട്, അതിന് വെള്ളം ഒഴിക്കുന്നുണ്ട്, അതിനെ പരിപാലിക്കുന്നുണ്ട്. പക്ഷെ അത് മുളച്ച് വരണമെന്നുണ്ട്. എല്ലാ വിത്തും നമ്മൾ അത് ചെയ്താലും ചിലത് മുളച്ച് വരുന്ന കാണുന്നില്ല അല്ലേ? അപ്പോൾ ചിലതൊക്കെ മുളച്ച് വരുന്ന കാണുന്നു. അപ്പം നമ്മുടെ ഉത്തരവാദിത്വം എന്താണ്? വിത്ത് വിതയ്ക്കുക എന്നുള്ളതാണ്. വിത്ത് വിതയ്ക്കുന്നത് നമ്മുടെ മനുഷ്യനിൽ ഏൽപ്പിക്കപ്പെട്ട ഉത്തരവാദിത്വമാണ്. അപ്പോൾ നമ്മൾ അറിഞ്ഞ പ്രകാശം നമ്മൾ പറയും കീഴി വെക്കാതെ തണ്ടിന്മേൽ വെക്കണം. അതായത് നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ കിട്ടിയ വിത്തിനെ എന്ത് ചെയ്യണം? അറിഞ്ഞ ഈ സുവിശേഷത്തെ നമ്മൾ മറ്റൊരുവിലേക്ക് എത്തിക്കുക എന്നത് മാത്രമാണ് നമ്മുടെ ഉത്തരവാദിത്വം. അതിൽ
30, 60, 100 മേനിയായ ഫലം കായ്ക്കത്തവണ്ണം അത് മുളപ്പിക്കുന്നത് ആരാണ്? കർത്താവായ യേശു ക്രിസ്തുവാണെന്ന് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. അപ്പോൾ നമ്മളത് 29-ാം വാക്യത്തിൽ കാണുന്നത് ധാന്യം വിളയുമ്പോൾ കൊയ്ത്തായതുകൊണ്ട് അവൻ അരിവാൾ അയക്കുന്നു എന്നാണ്. അപ്പോൾ അത് വിളഞ്ഞ് പാകമാകുമ്പോൾ എന്താണ്? അരിവാൾ അയച്ച് അത് കൊയ്യുകയും ചെയ്യുന്നു എന്ന് നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഓൾറെഡി ഇതിനു മുമ്പ് പാഠങ്ങൾ പറഞ്ഞു പോയിട്ട് നമ്മളെല്ലാം ആരാണ്? കർത്താവായ യേശു ക്രിസ്തുവിന് വേണ്ടി പ്രവർത്തിക്കുന്ന സ്വർഗത്തിലെ ഭാവി ദൂതന്മാരാണ്. സ്വർഗത്തിലെ ഭാവി ദൂതന്മാർ ഭൂമിയിൽ ഇപ്പോൾ യേശുവിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഭൂമിയിലെ ദൂതന്മാരുമാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. ശരിക്കും നമ്മൾ നോക്കുമ്പോഴത്തേക്ക് നമ്മൾ ഈ ചെറിയ ചെറിയ വിത്തുകൾ വിതയ്ക്കുന്നതോടൊപ്പം തന്നെ എന്ത് ചെയ്യുന്നു? ഈ വിത്തെല്ലാം ദൈവം മുളപ്പിക്കുന്നു. അങ്ങനെ ധാന്യം വിളഞ്ഞ് പാകമാകുമ്പോൾ അത് കൊയ്ത്തിന് അരിവാളിടുന്നത് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ 2ാം വരവിൽ എന്ത് ചെയ്യുന്നു? ഈ വിത്ത് ഇങ്ങനെ മുളച്ചുകൊണ്ടേ വിതറിക്കൊണ്ടേ ഇരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. എന്ത് ചെയ്യുന്നു? എല്ലായിടത്തും സുവിശേഷം എത്തുമ്പോൾ എന്ത് സംഭവിക്കുന്നുണ്ട്? ലോക അവസാനം വരുമെന്നാണ്. അപ്പോൾ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ 2ാം വരവിൽ ഈ വിത്തിൽ നല്ല ഫലം കായ്ച്ച് സുവിശേഷം അറിഞ്ഞ് മാനസാന്തരപ്പെട്ട് അതിനനുസരിച്ച് ജീവിതത്തെ ക്രമപ്പെടുത്തി മുന്നോട്ട് വിശുദ്ധരായി മുന്നോട്ട് പോയവരെന്താണ്? യേശുവിൻ്റെ വിളവെടുപ്പ് സമയത്ത് കർത്താവായ യേശുവിനോടൊപ്പം സ്വർഗരാജ്യത്തിലേക്ക് പോകാൻ കഴിയുമെന്നുകൂടെ ഈ ഉപമയിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. ഇവിടെ നമ്മൾ 4:30 മുതൽ 32 വരെയുള്ള വാക്യങ്ങളിലേക്ക് പോകുമ്പോൾ കടുകുമണിയുടെ ഉപമയും കാണുന്നുണ്ട്. അതെങ്ങനെയാണ്? പിന്നെ യേശു പറഞ്ഞത്, ദൈവരാജ്യത്തെ എങ്ങനെ ഉപമിക്കണം? ഏത് ഉപമയാൽ അതിനെ വർണ്ണിക്കണം? അത് കടുകുമണിയോട് സദൃശ്യം. അതിനെ മണ്ണിൽ വിതയ്ക്കുമ്പോൾ ഭൂമിയിലെ എല്ലാ വിത്തിലും ചെറിയതാണ്. എങ്കിലും വിതച്ച ശേഷം വളർന്ന് സകല സസ്യങ്ങളിലും വലുതായി തീർന്ന് ആകാശത്തിലെ പക്ഷികൾ അതിൻ്റെ നിഴലിൽ വസിക്കാൻ തക്കവിധം വലുതായ ശാഖകൾ ഉളവാക്കുന്നു എന്നാണ്. അപ്പോൾ ഒരു കടുകുമണിയെക്കുറിച്ചുള്ള, അപ്പോൾ കടുകുമണി എന്ന് വെച്ചാൽ എല്ലാവർക്കും അറിയാവുന്ന ഒരു സാധനമാണ് അല്ലേ. ഏറ്റവും ചെറിയ ഒത്തിരി വിത്തുകളുണ്ട്. അതിലൊരു ചെറിയ വിത്താണ് കടുകുമണി എന്ന് നമുക്കറിയാം. അപ്പോൾ ഈ കടുകുമണിയെ എന്നത് നമ്മൾ ഇട്ട് മുളപ്പിച്ചാൽ, നിലത്തിൽ വിതച്ച് മുളപ്പിച്ചാൽ അത് 3 മീറ്ററോളം ഉയരത്തിൽ വളരുകയും ചെറിയ ചെറിയ പക്ഷികളെല്ലാം തന്നെ അതിലെന്താണ് കൂട് കൂട്ടുകയും ചെയ്യുന്നതായിട്ട് നമ്മൾ തീർച്ചയായിട്ടും നോക്കുമ്പോൾ നമുക്കത് കാണാവുന്നതാണ്. അപ്പോൾ എന്താണ് നമ്മൾ കാണുന്നത്? ആകാശത്തിലെ പക്ഷികൾ എന്ത് ചെയ്യുന്നു? അതിൻ്റെ നിഴലിൽ വസിക്കത്തക്ക വിധം അതിൻ്റെ ശാഖകളെല്ലാം അതിൽ ഉളവാക്കുന്നതാരാണ്? ദൈവമാണ്. ഇട്ട വിത്ത് ഏതാണ്? കടുകുമണിയാണ്. ആ കടുകുമണിയിൽ നിന്ന് മുളച്ചു വന്ന ചെടിയിൽ ആകാശത്തിലെ പക്ഷികൾക്ക് കൂടെ അഭയം പ്രാപിക്കാൻ കഴിഞ്ഞുവെന്ന് നമ്മൾ ഈ ഉപമയിലൂടെ മനസ്സിലാക്കുന്നുണ്ട്. അതായത് നമുക്കിവിടെ മനസ്സിലായി കർത്താവായ യേശു ക്രിസ്തു എന്താണ് 12 ശിഷ്യന്മാരോടൊപ്പം ഭൂമിയിൽ തുടങ്ങിയ ഈ സുവിശേഷ വേല. അന്ന് പലരും പരിഹസിക്കുകയും പലരും കുറ്റം അന്വേഷിക്കുകയും പലരും തള്ളി പറയുകയും പലരും അതിനെ ഉൾക്കൊള്ളാതിരിക്കുകയും ചെയ്യപ്പോഴും എന്താണ് 12 ശിഷ്യന്മാരെ യേശുവിന് ശേഷം അത് വ്യാപകമായി പ്രചരിക്കുകയും ഇന്ന് നമ്മൾ കാണുന്നത് എന്താണ്? 12 ശിഷ്യന്മാർക്കാണോ ഈ സുവിശേഷം അറിയാവുന്നുള്ളത്? അല്ലല്ലേ. കോടിക്കണക്കിന് ആൾക്കാർക്ക് എന്താണ് ഈ സത്യം അറിയാമെന്ന് നമുക്ക് മനസ്സിലായി കഴിഞ്ഞു. അപ്പോൾ അന്ന് തുടങ്ങിയ ആ കടുകുമണിയുടെ അത്രയുള്ള ആ ചെറിയ പ്രവർത്തനം എന്താണ്? ഇന്ന് ഭൂലോകം മുഴുവൻ ക്രിസ്ത്യാനിത്വം വ്യാപിച്ചിരിക്കുകയും ക്രിസ്ത്യാനി എന്താണ്, ക്രിസ്തു ആരാണെന്ന് അറിയുന്നതിന്, അവൻ്റെ സുവിശേഷം എന്താണ് എന്നറിയുന്നതിന് കാരണമായി തീർന്നുവെന്ന് നമ്മൾ മനസ്സിലാകുന്നുണ്ട്. ഇതുപോലെ തന്നെ നമ്മളിടുന്ന ചെറിയ വിത്തുകളല്ല, നമ്മൾ വിതയ്ക്കുന്ന സുവിശേഷത്തിൻ്റെ ചെറിയ വിത്തുകൾ, അത് പ്രസംഗത്തിലൂടെ മാത്രമല്ല സ്നേഹം നിറഞ്ഞ നമ്മുടെ പ്രവൃത്തിയിലൂടെയും വിതയ്ക്കുന്ന ഈ വിത്തുകളെല്ലാം തന്നെ എന്താണ്? ഒരു സമയത്ത് അത് വളർന്ന് എന്ത് ചെയ്യുന്നു? ഫലം കായ്ക്കത്തക്കവണ്ണം ദൈവം അത് നല്ല നിലത്താണ് വീഴുന്നതെങ്കിൽ ദൈവം അത് മുളപ്പിക്കുമെന്നും അതിന് ഫലം കായ്പ്പിക്കുമെന്നും നമുക്ക് മനസ്സിലാകുന്നുണ്ടല്ലേ. നമ്മൾ ദാനിയേലിൻ്റെ പ്രവചനം 4:10 മുതൽ 12 വരെയുള്ള വാക്യങ്ങളിലേക്ക് വായിക്കുമ്പോൾ എന്താണ്? നെബൂഖദ്നേസറിനെ ഒരു മഹാവൃക്ഷം എന്ന വിധം ചൂണ്ടിക്കാണിക്കുന്നു. ആകാശത്തിലെ പക്ഷികളൊക്കെ പറവജാതികളെല്ലാം അഭയം പ്രാപിക്കുന്ന മഹാവൃക്ഷമെന്ന് അവിടെ ചൂണ്ടിക്കാണിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. നമ്മൾ സങ്കീർത്തനം 104 പോകുമ്പോൾ എന്താണ്? ലോകത്തെ സൃഷ്ടിച്ച ദൈവത്തിൻ്റെ ശക്തിയും മഹത്വത്തെയും വളരെ വലുതായിട്ട് അവിടെ വർണ്ണിച്ചിരിക്കുന്നതായിട്ടൊക്കെ നമ്മൾ കാണുന്നുണ്ട് അല്ലേ. ഇവിടെ നമ്മൾ മാർക്കോസിൻ്റെ സുവിശേഷത്തിലേക്ക് പോകുമ്പോൾ എന്താണ്? യേശു ദൈവരാജ്യത്തെ എന്തിനോട് ഉപമിച്ചിരിക്കുന്നു? കടുകുമണിയോടാണ് ഉപമിച്ചിരിക്കുന്നത്. ഈ കടുകുമണിയോട് ഉപമിച്ചിരിക്കുന്ന ദൈവരാജ്യം എന്താണ്? വളർന്ന് പന്തലിച്ച് എന്താണ്? ഒത്തിരി പേർക്ക് എന്താണ്? ആശ്രയം നൽകുന്നതായിട്ട്. അതായത് ഭൂമിയിൽ നടക്കുന്ന ഒത്തിരി പേർക്ക്, എല്ലാവരും സുവിശേഷം എത്തപ്പെട്ട് മാനസാന്തരപ്പെട്ട് വന്ന ഒത്തിരി പേർക്ക് എന്താണ്? അത് സ്വർഗത്തിൽ എത്തപ്പെടേണ്ടത്, ദൈവരാജ്യത്തിൽ എത്തപ്പെടേണ്ടതിന് ഈ കടുകുമണിയോളം വിതച്ച വിത്ത് സുവിശേഷം ഉപയോഗപ്പെടുന്നുവെന്ന് നമ്മളിതിലൂടെ മനസ്സിലാക്കുന്നുണ്ട്. മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായം 14-ാം വാക്യം ഇങ്ങനെ പറയുന്നുണ്ട്: രാജ്യത്തിൻ്റെ ഈ സുവിശേഷം സകല ജാതികൾക്കും സാക്ഷ്യമായി ഭൂലോകത്തിലൊക്കെയും പ്രസംഗിക്കപ്പെടും,
അപ്പോഴെന്തുണ്ടാവും? ലോകാവസാനം ഉണ്ടാകുമെന്നാണ്. അപ്പോൾ ഭൂലോകത്തിലൊക്കെയും പ്രസംഗിക്കപ്പെടേണ്ടതിന് നമ്മളും എന്താണ്? നമ്മുടെ ജീവിതത്തിലൂടെയും നമ്മുടെ പ്രവൃത്തികളിലൂടെയും നമ്മുടെ വാക്കുകളിലൂടെ എന്ത് ചെയ്യുന്നു? കടുമണിയോടുള്ള സുവിശേഷമെങ്കിലും എല്ലായിടത്തും നമ്മൾ പോകുന്നിടത്ത്, നമ്മൾ മിണ്ടുന്നിടത്ത് വിതയ്ക്കപ്പെടേണ്ടതിൻ്റെ ആവശ്യകതയുണ്ട്. അപ്പോൾ എന്താണ്? ഭൂലോകത്തിലൊക്കെയും എന്ത് ചെയ്യും? ഈ സുവിശേഷം എത്തപ്പെടുകയും കൊയ്ത്തിന് അരിവാളഴിച്ച് കർത്താവായ യേശു ക്രിസ്തു രണ്ടാം വരിയിൽ കൊയ്യത്തക്കവണ്ണം ഫലം കായ്ക്കത്തക്കവണ്ണം ഈ വിത്തുകളെല്ലാം മുളച്ചു വരികയും ചെയ്യുമെന്ന് നമ്മൾ മനസ്സിലാക്കുന്നു, അല്ലേ? അതിനായി ദൈവം നമ്മൾ എല്ലാവരെയും സഹായിക്കുമാറാകട്ടെ. നമുക്ക് വെള്ളിയാഴ്ചത്തെ ഭാഗം കൂടുതൽ ചിന്തയ്ക്കയിലേക്ക് നമ്മൾ പോകുമ്പോഴത്തേക്ക് ഇവിടെ ക്രൈസ്റ്റ് ഒബ്ജക്റ്റ് ലെസൺസ് എന്ന ബുക്കിലെ ദ സോവർ വെൻ ഫോർ ടു സോ എന്ന ഭാഗത്ത് നിന്നാണ് ഈ വെള്ളിയാഴ്ചത്തെ ഭാഗം എടുത്തിരിക്കുന്നത്. അവിടെയുള്ള കുറച്ച് കാര്യം നമുക്ക് വായിച്ചു പോകാം. ദൈവസേവനത്തിൻ്റെ സമ്പൂർണ്ണതയാണ് യഥാർത്ഥ വിശുദ്ധി. ദൈവസേവനത്തിൻ്റെ സമ്പൂർണ്ണതയാണ് യഥാർത്ഥ വിശുദ്ധി എന്ന് കാണിക്കുന്നു. ഹൃദയം, മനസ്സ്, ആത്മാവ്, ശക്തി എന്നിവ അവൻ ആവശ്യപ്പെടുന്നു. അപ്പോൾ ദൈവം എന്താണ്? പൂർണ്ണ മനസ്സോടും പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ശക്തിയോടും പൂർണ്ണ ആത്മാവോടും ദൈവത്തെ സ്നേഹിക്കാൻ നമ്മോട് ആവശ്യപ്പെടുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. തനിക്ക് വേണ്ടി തന്നെ ജീവിക്കുന്നവൻ ഒരു ക്രിസ്ത്യാനിയെ അല്ലെന്നാണ്. കർത്താവായ യേശു ക്രിസ്തു യേശുവിന് വേണ്ടിയല്ല ഭൂമിയിൽ ജീവിച്ചത്, നമുക്ക് വേണ്ടിയാണ്. കർത്താവായ യേശു ക്രിസ്തു ത്യാഗം ശ്രമിച്ചത് യേശുവിന് വേണ്ടിയല്ല, നമുക്ക് വേണ്ടിയാണ്. അതുപോലെ തനിക്ക് വേണ്ടി ജീവിക്കുന്നവൻ എന്താണ്? ക്രിസ്ത്യാനി അല്ല എന്ന് നമ്മൾ കാണുന്നുണ്ട്. നമ്മുടെ പ്രവർത്തനത്തിൻ്റെ തത്വം സ്നേഹമായിരിക്കണം. എന്താണ്? കർത്താവായ യേശു ക്രിസ്തു പ്രവർത്തിച്ച എന്താണ്? വലിയ പ്രവർത്തനമാണ്. കാൽവറി ക്രൂശിലെ മരണമാണ്. അതിന് മുമ്പേ തന്നെ എന്താണ്? ഒത്തിരി പേരെ സ്നേഹത്തിൽ സുഖപ്പെടുത്തി. ഈ സുഖപ്പെടുത്തി എല്ലാവരും ദൈവത്തിൽ തിരികെ വന്നതായിട്ട് ബൈബിൾ രേഖപ്പെടുത്തുന്നില്ല. പക്ഷെ ദൈവം എന്താണ്? ദൈവത്തിൻ്റെ അടുത്ത് വന്ന ആരെയും തന്നെ പിണക്കിയതായിട്ട് നമ്മൾ കാണുന്നതുമില്ല. അപ്പോൾ സ്നേഹമായിരിക്കണം എന്താണ് നമ്മൾ പ്രവർത്തിക്കുന്നതിൻ്റെ യഥാർത്ഥ തത്വമെന്ന് നമ്മൾ കാണുന്നുണ്ട്. പരിശോധനകളും പരീക്ഷകളും അതിജീവിക്കാൻ അവനെ പ്രാപ്തനാക്കാൻ കഴിയുന്നത് സ്നേഹത്തിന് മാത്രമാണ് എന്നാണ്. അതായത് സ്നേഹം ത്യാഗത്തിലൂടെ വെളിപ്പെടുന്നു എന്നാണ്. ശരിക്കും എന്താണ്? നമ്മൾ ഒത്തിരി സ്നേഹിക്കുന്ന ഒരു വ്യക്തിനെ നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല. അല്ലെങ്കിൽ നമ്മൾ ഒത്തിരി സ്നേഹിക്കുന്ന ഒരു സാധനത്തെ, എന്തെങ്കിലും കാര്യങ്ങളെ നമ്മൾ എന്താണ് നശിപ്പിക്കത്തുമില്ല, നശിക്കപ്പെട്ട് കാണാൻ ആഗ്രഹിക്കുന്നതുമില്ല, അല്ലേ? അപ്പോൾ സ്നേഹത്തിൽ എന്താണ്? ത്യാഗമുണ്ട്. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വലിയ സ്നേഹം, അതായത് ഭൂമിയിൽ മനുഷ്യനെ സൃഷ്ടിച്ചതാരാണ്? ദൈവമാണ്. യേശു സൃഷ്ടിച്ച ആ മനുഷ്യൻ എന്താണ്? നശിക്കപ്പെട്ടു പോകാൻ ദൈവം ഒരിക്കലും ആഗ്രഹിച്ചില്ല. അവരത്ര അധികം സ്നേഹിച്ചതുകൊണ്ട് എന്താണ് നമ്മൾ കാണുന്നത്? കാൽവരി ക്രൂശിൽ തന്ന് മരണം എന്ന വില കൊടുത്ത്, അല്ലെ യേശുവിൻ്റെ രക്തം എന്ന വില കൊടുത്ത് എന്താണ്? മനുഷ്യരെ എല്ലാവരെയും വിലയ്ക്ക് വാങ്ങിക്കത്തക്ക സ്നേഹം യേശുവിന് മനുഷ്യരോടുള്ളതായിട്ട് നമ്മൾ പഠിച്ചു വരുന്നു. അതുപോലെ എന്താണ്? നമ്മളും പരീക്ഷകളും പരിശോധനകളും അതിജീവിക്കുന്നതിന് നമുക്ക് ദൈവത്തോടും അങ്ങനെ ഒരു സ്നേഹം ഉണ്ടായിരിക്കണം. ഇല്ലെങ്കിൽ എന്താണ്? ഒരു പരിശോധനകളെ വരുമ്പോൾ എന്ത് ചെയ്യുന്നു? ദൈവത്തിൽ നിന്ന് നമ്മൾ പിന്മാറി പോകുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്, അല്ലേ? ക്രൂശില ത്യാഗത്തിലൂടെയാണ് യേശുവിൻ്റെ സ്നേഹം എന്ന ക്രൂശില ത്യാഗത്തിലൂടെ യേശു നമുക്ക് രക്ഷാപദ്ധതി സാധ്യമാക്കി തന്നതായിട്ടും ഇവിടെ നമ്മൾ വായിച്ചു വരുന്നുണ്ട്. നമുക്ക് വേണ്ടി സ്വർഗം ത്യജിച്ച ദൈവത്തിന് വേണ്ടി നാം എല്ലാം ത്യജിക്കാൻ എന്ത് ചെയ്യണം? തയ്യാറായിരിക്കണമെന്നാണ്. നമുക്ക് വേണ്ടി സ്വർഗം തന്നെ ത്യജിച്ച ദൈവത്തിന് വേണ്ടി നമ്മൾ എന്താണ്? ദൈവത്തിന് വേണ്ടി നമ്മുടെ തൽക്കാല സുഖഭോഗങ്ങളെല്ലാം നമ്മൾ ഉപേക്ഷിക്കാൻ തയ്യാറായിരിക്കണമെന്നുകൂടെ നമ്മളിവിടെ കാണുന്നുണ്ട്. അങ്ങനെ ദൈവസ്നേഹത്തിൻ്റെ സമ്പൂർണ്ണത എന്താണ്? ഒരു യഥാർത്ഥ വിശുദ്ധിയിലേക്ക് നമ്മളെ നയിക്കുന്നു. അതിൻ്റെ അടിസ്ഥാനം എന്താണ്? സ്നേഹത്തിലൂടെയുള്ള ത്യാഗവുമാണെന്ന് വെള്ളിയാഴ്ചത്തെ ഭാഗത്തിൽ സിസ്റ്റർ വൈറ്റ് നമ്മെ ബോധ്യപ്പെടുത്തുന്നുണ്ട്. നമുക്ക് ചർച്ചയ്ക്കുള്ള ചോദ്യങ്ങളിൽ മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് ഒന്ന് പോകാം. ഒരു വിളക്ക് വയ്ക്കേണ്ടത് തണ്ടിന്മേലാണ്, പറയും കീഴല്ല. മർക്കോസ് 4:21 നമ്മൾ പഠിച്ചു പോയതാണ്. നിങ്ങളുടെ സഭയുടെ പ്രാദേശിക സമൂഹത്തോടുള്ള ഇടപെടലുകളിൽ ഈ തത്വം പ്രയോഗിക്കുക എന്നാണ്. അതായത് വിളക്ക് വെക്കേണ്ടത് എവിടെയാണ്? തണ്ടിന്മേലാണ്, പറയും കീഴല്ല. അപ്പം നിങ്ങളുടെ സഭയുടെ പ്രാദേശിക സമൂഹത്തോട് ഇടപെടലുകൾ ഈ തത്വം പ്രയോഗിക്കുക. വെളിച്ചത്തെ നിങ്ങൾക്ക് എങ്ങനെ ഉയർത്തിപ്പിടിക്കാമെന്നാണ് ചർച്ചയ്ക്കുള്ള ചോദ്യത്തിലെ മൂന്നാമത്തെ ചോദ്യം, അല്ലേ? നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു. നമുക്ക് പ്രകാശം ലഭിച്ചു കഴിഞ്ഞു. നമ്മൾ എന്ത് ചെയ്യണം? ആ പ്രകാശം വാക്കുകളിലൂടെ മാത്രം മറ്റുള്ളവരെ എത്തിക്കാൻ വളരെ എളുപ്പമായിരിക്കും. പക്ഷെ നമ്മൾ വാക്കുകളിലൂടെയല്ല, നമ്മൾ സേവനത്തിലൂടെ, പ്രവൃത്തിയിലൂടെ, സ്നേഹത്തിലൂടെ, ഇടപെടലിലൂടെ മറ്റുള്ളവരിൽ, നമ്മുടെ പ്രദേശത്തിൽ, നമ്മുടെ സമൂഹങ്ങളിൽ, നമ്മുടെ പ്രാദേശിക സമൂഹത്തിൽ നമ്മൾ എത്തിക്കണമെന്ന് ഇതിൽ നമ്മൾ കാണുന്നുണ്ട്. അങ്ങനെയാണ് ശരിക്കും നമുക്ക് അങ്ങനെ ദൈവത്തെ ഉയർത്തിപ്പിടിക്കുമ്പോഴാണ് മറ്റുള്ളവരും
ദൈവത്തിൻ്റെ സ്നേഹത്തെ മനസ്സിലാക്കുന്നത്. ഇപ്പം ദൈവം സ്നേഹമാണെന്ന് പറഞ്ഞാൽ അവർക്ക് മനസ്സിലാകത്തില്ല. പക്ഷെ നമ്മളിൽ ദൈവം ഉണ്ടെങ്കിൽ നമ്മൾ കാണിക്കുന്ന സ്നേഹത്തിലൂടെ അവർക്ക് ദൈവം സ്നേഹമാണെന്ന് പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നതാണെന്ന് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. അതിനുവേണ്ടി ദൈവം നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ എന്ന് പറയുന്നു. അപ്പം നമ്മൾ ഈ ആഴ്ച പഠിച്ചു വന്നത് യേശു പറഞ്ഞ 4 ഉപമകളാണ്. ഈ ഉപമകളിലൂടെ നമ്മൾ എന്തൊക്കെ പഠിച്ചു? വചനത്തെ സ്വീകരിക്കാൻ പഠിച്ചു, അത് ഹൃദയത്തിൽ ഹൃദ്യസ്ഥമാക്കണമെന്ന് പഠിച്ചു, നല്ല വചനം നല്ല വിളവ് വേണമെങ്കിൽ നമ്മുടെ മനസ്സിനെ ഹൃദയത്തെ പാകപ്പെടുത്തണമെന്ന് പഠിച്ചു. അതുപോലെ നമ്മൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കണമെന്ന് പഠിച്ചു. അത് എങ്കിൽ മാത്രമാണ് കർത്താവായ യേശു ക്രിസ്തുവിന് ബലശേഖരണം, നല്ലൊരു 100 മേനി വിളഞ്ഞ ഒരു ബലശേഖരണം നടത്താൻ യേശുവിന് കഴിയുള്ളൂ എന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ ഒരു ചെറിയ സുവിശേഷത്തിൻ്റെ വിത്തിന് പോലും ഒരു വലിയ മാറ്റം, ഒത്തിരി ജനതയെ ദൈവത്തിലേക്ക് എത്തിക്കാൻ കഴിയും എന്ന് നമ്മൾ പഠിച്ചു. അപ്പോൾ ഈ സുവിശേഷത്തിൻ്റെ വിത്ത് നമ്മൾ എങ്ങനെയാണ് വിതയ്ക്കുന്നത്? വാക്കുകൊണ്ട് മാത്രമല്ല, നമ്മുടെ ദൈവസ്നേഹത്തിലൂടെയും ദൈവസേവനത്തിലൂടെയും നമ്മളിലെ മറ്റുള്ളവരിലേക്ക് വിത്ത് വിതയ്ക്കപ്പെടുമ്പോൾ എന്ത് ചെയ്യുന്നു? അത് വിളവ് തരുന്നു എന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ ഇതിനായി ദൈവം നമ്മളെ എല്ലാവരെയും സഹായിക്കുമാറാകട്ടെ. പാഠപഠനത്തിൻ്റെ അവസാനത്തിൽ നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. മഹോന്നതൽ വാസം ചെയ്യുന്ന ദൈവമേ, തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ നല്ല നിമിഷത്തിന് നന്ദി അർപ്പിക്കുന്നു. പരിശുദ്ധാത്മാവിനാൽ നമുക്ക് ഉപമകളെല്ലാം പഠിക്കാൻ സഹായിച്ച് നന്ദി അർപ്പിക്കുന്നു. നമ്മൾ പലതവണ കേട്ടുപോയ കാര്യങ്ങൾ ഒരിക്കൽ കൂടെ പഠിക്കാൻ കഴിഞ്ഞതിനാൽ നന്ദി അർപ്പിക്കുന്നു കർത്താവെ. നമ്മളിത് പഠിക്കുക മാത്രമല്ല, ഇത് ജീവിതത്തിൽ പ്രായോഗികമാക്കേണ്ടതിന്, നമ്മൾ മാനസാന്തരപ്പെടേണ്ടതിന്, മറ്റുള്ളവരുടെ പ്രകാശത്തിൽ എത്തിക്കേണ്ടതിനും പരിശുദ്ധാത്മാവിനെ ഞങ്ങൾ നയിക്കപ്പെടുമാറാണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ഹൃദയത്തെ തിരുതരങ്ങൾ താഴ്ത്തി സമർപ്പിക്കുന്നു. ഹൃദയശുദ്ധിയോടുകൂടി ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കുമാറാണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ദൈവത്താൽ നമ്മളെപ്പോഴും നയിക്കപ്പെടേണ്ടതിന് പരിശുദ്ധാത്മാവിനെ ഞങ്ങൾ നയിക്കുമാറാണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ചോദിച്ചാൽ അധികമായ നന്മകൾ കൊണ്ട് നിറയ്ക്കണമെന്ന് യേശുക്രിസ്തു നാമത്തിൽ താഴ്മ യാചിക്കുന്നു. പ്രാർത്ഥന കേട്ട് അനുഗ്രഹിക്കണം പ്രിയ പിതാവേ. ആമേൻ. ദൈവം നിങ്ങളേവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.